സഹോദരന്മാരെ, നമ്മുടെ മഗ്രിബ് ബാങ്ക് ഇപ്പോ ഏകദേശം 6 മണി കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നൂറുദ്ദീൻ തങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കണക്കൂട്ടിയൊരു കണക്കൂട്ടല്, ഒരു 5000 മീറ്റർ റിലേയിൽ ഓടാനുള്ള സാധനമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അതൊരു 100 മീറ്റർ ഓട്ടായിട്ട് ചുരുക്കാണ്. അതുകൊണ്ട് റൂട്ട് മുഴുവൻ മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഡമസ്കസിൽ നിന്ന് മദീനയിലേക്ക് 7 ദിവസം കൊണ്ട് വന്ന് തിരിച്ചു പോയത് 2.5 ദിവസം കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്ത് ശഫാഅത്ത് ശുപാർശ ചോദിച്ച് പോയൊരു പോക്കുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും ഒരു മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ബർക്കത്തുകൊണ്ട് സത്യത്തിൽ ഇവിടെ നടന്ന വിഷയങ്ങൾ ഒരു 40 ദിവസം, പണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയാറുണ്ട്, 40 ദിവസം ഞാൻ കുറ്റ്യാടി 10 പൈസ വാങ്ങാതെ വയല് പറഞ്ഞ കുറെ വയല് ഞാൻ കേട്ടിരുന്നു. അതുപോലെ തന്നെ ഒരു 40 ദിവസം പറഞ്ഞാലൊന്നും ഇത് തീരുന്ന വിഷയമല്ല. അതെനിക്ക് നന്നായി ബോധ്യപ്പെട്ടത്. ഞാൻ വന്നിട്ട് ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ മഹലിലുള്ള പള്ളിയിൽ, നിങ്ങൾക്കൊക്കെ അറിയാം, ബലിപെരുന്നാൾ കഴിഞ്ഞാൽ പണ്ഡിത ഉസ്താദുമാർ നാട്ടിൽ പോവാം. അപ്പോ പകരം ഒരു സഖാഫി, കണ്ണൂർ സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു സഖാഫി, അദ്ദേഹം അവിടെ നമ്മുടെ മഹലിലുള്ള പള്ളിയിൽ വന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ തീരെ ചിരിക്കാതെയില്ല, ഒരു വല്ലാത്ത ചിരിയുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദ് എന്നെ മനസ്സിലായോന്ന് ചോദിച്ചു. ജിഷാൻ മാഹിയല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞ, അപ്പോ എന്നെ അറിയാവോ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? മുജാഹിദിന്റെ മൗലവിമാർക്ക് എതിരെ സംസാരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ക്ലിപ്പുകൾ കൊടുക്കുന്ന ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറെന്താ കേട്ടെ? പിന്നെ ഒരു സാധു സഖാഫി. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോ ആളുകൾ ഈ വിഷയത്തിൽ ഉള്ള അവരുടെ ഒരു നോളജിന്റെ അളവ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറയാണ്. പിന്നെ മൂപ്പര് കേട്ടത്, മുടി സംബന്ധമായ ചില വിഷയങ്ങളിൽ നിങ്ങൾ AP ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോയി എന്ന് കേട്ടു. പിന്നെ മൂപ്പര് കേട്ട 3-ാമത്തെ ഒരു കാര്യം, നൗഷാദ് ഹസനി നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെതിരെ ഇപ്പം വല്ലാതെ കശക്കുന്നുണ്ട് എന്നും മൂപ്പര് കേട്ടു എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഈ സാധു ഒന്നും അറിയില്ല. അപ്പോ ഈ സാധു സഖാഫിയെ കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് മാഷ വിളിച്ച് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഓൺലൈനിലൊക്കെ ഈ ബൈലക്സിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർച്ചയായിട്ട് വിഷയങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വിഷയങ്ങൾ പലപ്പോഴും എന്തോ കാന്തപുരം ഒരു മുടി കൊണ്ടുവന്നു, കുറെ ആളത് വ്യാജാണെന്ന് പറഞ്ഞു, കുറെ ആൾ ഒറിജിനലാണെന്ന് പറഞ്ഞു, പിന്നെ കുറെ ആൾ ഏലോ വന്നു. ഈ ഒരു നിലവാരത്തിലാണ് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കി വെച്ചത്. അതുകൊണ്ട് ഇന്നലെ നമ്മുടെ സുഹൃത്ത് നൂറുദ്ദീൻ തങ്ങൾ വന്നപ്പോ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട സനദ് മുഖ്തസർ എന്നൊക്കെ പറഞ്ഞതുപോലെ ക്ലിപ്പ് മുഖ്തസറാക്കിയപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ കേൾപ്പിക്കാമെന്ന് കരുതി ഒരു 60 ക്ലിപ്പായിട്ടാണ് വന്നത്. ഇപ്പോ അതൊന്നും പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദിനോട് ഞാനും അൻസാർ മാഷൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഇവിടെ പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ മറ്റൊരു അവസരത്തിൽ ഇത്തരം വിഷയങ്ങൾ സുദീർഘമായി സംസാരിക്കാമെന്ന് ആമുഖമായി പറയും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അതൊക്കെ ആളുകളെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ജിഷാൻ ഒരു പണ്ഡിതനാണോ? പണ്ഡിതനല്ലാതെ കോലം കാണുമെന്നൊക്കെ തിരിയുന്നുണ്ടല്ലോ. അപ്പോ പണ്ഡിതനാണോ? അല്ല. പിന്നെ എന്താണ് ഇയാളെ വിഷയം? ഞാനിവിടെ വന്നിരിക്കുന്നത് വലോ അന്നഹും യളമു അൻഫുസഹും എന്നുള്ള ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ച് പഠിപ്പിക്കാനോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് ജംഅ ചെയ്യാനോ ഒന്നല്ല ഞാനിവിടെ വന്നത്. ഞാൻ വന്നത് പച്ചയായി പറഞ്ഞാൽ ഞാൻ 2011 ബോംബെയിൽ വെച്ച് ഒരു കള്ളനെ പിടികൂടി. ആ കള്ളനെ പിടികൂടി അത് ആ കാലത്ത് പ്രിയപ്പെട്ട പേരോട് ഉസ്താദിന്റെ ഷെയ്ഖായ കാന്തപുര ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് ജാലിയവാലിയായിരുന്നു ആ കള്ളൻ. അപ്പോ മാന്യമായിട്ട് ഇങ്ങനെയാണല്ലോ നമ്മളെ കുടുംബക്കാരൊക്കെ കട്ടാല് ജനങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് പറയാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അപ്പൊ ഞാൻ പേരോട് ഉസ്താദിനോട്, ഞാൻ ദീർഘിച്ച് അതിലേക്കൊന്നും കിടക്കുന്നില്ല, പേരോട് ഉസ്താദിനോട് ബോംബെയിൽ പോയി ഞാൻ ഈ ഒരു ആളെ കണ്ടു എന്നും കാന്തപുരത്തിന് അദ്ദേഹം കൊടുത്തത് 3 മുടികളാണ്. ഞാൻ കുറച്ച് ഗൾഫുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടപ്പോൾ ഗൾഫുകാരനാണെന്ന് തോന്നിയപ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കാതെ തന്നെ, എണ്ണം ചോദിക്കാതെ തന്നെ, വ്യക്തത വേണമല്ലോ, എണ്ണം ചോദിക്കാതെ തന്നെ 18 മുടി എനിക്ക് തന്നു. പാരമഹാന് 3 മുടി കിട്ടിയ കാന്തപുരമോ അല്ലെങ്കിൽ ഞാൻ 18 മുടി കിട്ടിയ ഞാനോ? അപ്പോ സത്യത്തിൽ അമ്പരപ്പും അതുപോലെ തന്നെ പ്രയാസവും ഞെട്ടലും ഒക്കെ ഉണ്ടായി. ഈ കാണുന്ന സിറാജുൽ ഹുദയിൽ തന്നെ ഞാൻ 2ാമത് വന്നു. 1ാമത് പോയത് നമ്മുടെ 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന ഒരു 5ാമത്തെ മദ്ഹബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഉള്ള നമ്മുടെ 5ാം മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അടുത്തായിരുന്നു ഞാൻ 1ാമതായിട്ട് പോയത്. അപ്പോ അവിടുന്ന് അദ്ദേഹത്തെ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം 2ാമത്തെ ദിവസം ഞാനിവിടെ വന്നു. ഇവിടെ വന്നു പേരോട് ഉസ്താദ് ആള് വിളവനാ, മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണും. പൊന്മള ഉസ്താദ് ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി കേൾക്കുന്നത് പോലെ എല്ലാം ഇങ്ങനെ കേട്ടു. സുബ്ഹാനല്ലാഹ്, ഇന്നാലില്ല, എന്തെല്ലാം കേൾക്കുന്ന റബ്ബേ പറഞ്ഞു. മൂപ്പര് മുടിയും ചട്ടിയും പൊടിയും എല്ലാം നോക്കി, തകിടും മോതിരമൊക്കെ തന്നിരുന്നു. അപ്പോ അതൊക്കെ നോക്കി മൂപ്പര് എന്നെ പറഞ്ഞയച്ചതായിരുന്നു. പേരോട് ഉസ്താദ് കൊണ്ടുവന്ന കെട്ട് അഴിക്കാൻ സമ്മതിച്ചില്ല. അത് നോക്കണം. അപ്പോ ഞാനൊക്കെ ബോംബെ പോയി അത് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇത് വ്യാജാണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അതിനു മുമ്പ് എന്നേക്കാൾ ഒരു പടി മുമ്പിൽ പേരോട് ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോ മൂപ്പര് ഈ മുടികൾ ഞാൻ ചുരുക്കി പറയാം കേട്ടോ, ഇതൊരുപാട് സംഭവം വിശദീകരിക്കാൻ നിന്നാല് മുമ്പ് ഞാൻ ബോംബെയിൽ പോയ ജാലിയവാല, ഈ പറയുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല എന്ന് പറയുന്ന ആഖ്രി കച്ചവടക്കാരനെ കണ്ട സംഭവം മാത്രം ഒരാൾക്ക് 5-5.5 മണിക്കൂർ ഞാൻ ഫോണിൽ സംസാരിച്ച് പറഞ്ഞതാ. അപ്പൊ എത്രമാത്രം നീളമുള്ള വിഷയമാണെന്ന് നിങ്ങൾ ആമുഖമായിട്ട് ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. അപ്പോ ഇനിയാണ് നമ്മുടെ വിഷയങ്ങളിലെ കിടപ്പ്. അപ്പൊ ഞാനിവിടെ വന്ന് പേരോട് ഉസ്താദിനെ ഈ വിഷയം കാണിക്കുമ്പോൾ പണ്ട് കുമ്മോളി സഖാഫി കുമ്മോളി ഉസ്താദ് എന്നൊക്കെ വിളിക്കുന്ന ഒരാൾ ഇപ്പോ അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞാപ്പു എന്നായി മാറിയിട്ടുണ്ടെന്ന് ഇവിടുന്ന് പഠിച്ചു. ഏതായാലും അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവും പേരോട് ഉസ്താദ് എന്നോട് പറഞ്ഞു, സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഈ പ്രശ്നങ്ങൾ നമ്മളായിട്ട് വലിച്ചിടരുത്, നീ മൗനമായിട്ടിരിക്കുക. അപ്പോ നമ്മൾ എല്ലാത്തിനേക്കാളും മനസ്സിൽ ആദരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് പോന്ന ഒരു പണ്ഡിതൻ ഇത് പറയുമ്പോൾ നമുക്ക് എടുത്തു ചാടാൻ നിർവാഹമില്ലല്ലോ. കാരണം എല്ലാത്തിനും ഓരോ ശൈലിയുണ്ടല്ലോ. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്, കള്ളിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ മദ്യപാനത്തെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകൾ സ്റ്റെപ്പുകളായിട്ടാണല്ലോ. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ, 2ാം ഘട്ടം 3ാം ഘട്ടം ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് തുടങ്ങുന്ന ആയത്ത് 3ാം ഘട്ടം. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇത് ഘട്ടം ഘട്ടമായിട്ട്, കാരണം 2 വലിയ വൻതോക്കുകളെയാണ് ഞാൻ ബോധ്യപ്പെടുന്നത്. ഒന്ന് SYSന്റെ പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, 2
SYSന്റെ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഈ രണ്ടാളും ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ അവരാരും നീ കളവ് പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. അവർ വിഷയം ഉൾക്കൊണ്ടു. 2011 ഈ വിഷയം, ആരും മറക്കരുത് വർഷം. കാരണം കളവ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. ഞാനത് പറയില്ല, ഇതൊക്കെ എടുത്തിട്ട് ഏത് എവിടെ ഇടണമെന്ന് ഉള്ള അവസ്ഥയിലല്ല. അപ്പോ ഈ വിഷയങ്ങള് ഇവിടെ പേരോടിന്റെയും പൊന്മളിയുടെയും മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ 2013, 2012, 2013 നമ്മുടെ സുഹൃത്ത് മുഹമ്മദ് രാമന്തള്ളി ഈ ഓപ്പറേഷൻ ഏറ്റെടുത്തു. അങ്ങനെ ഈ ഓപ്പറേഷൻ ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഉള്ള പോലെ പറയാലോ, ഞാൻ ഒരു ദിവസം രാവിലെ ഫോണ് നോക്കുമ്പോൾ പേരോട് ഉസ്താദിന്റെ കോള്. അപ്പൊ എന്നോട് ചോദിച്ചു, നീ വാർത്ത കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് മൂപ്പര് റിപ്പോർട്ടർ ചാനലിൽ ആദ്യ വെടി പൊട്ടിച്ച ദിവസമായിരുന്നു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഒരു ക്ലിപ്പ് അദ്ദേഹം ഞാനുമായി സംസാരിക്കുമ്പോൾ ഈ മുടികളെ സംബന്ധിച്ച് അത് വ്യക്തമായി തള്ളുന്ന സംസാരം മുഹമ്മദ് രാമന്തള്ളി റിപ്പോർട്ടർ ചാനലിലൂടെ കേൾപ്പിച്ചപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഉസ്താദ് ഞാനെന്തിപ്പോ ചെയ്യാ, ആരെന്ത് പറഞ്ഞാലും നീ പ്രതികരിക്കരുത്. അപ്പൊ ഞാൻ ചോദിച്ചു, ആളുകൾ ചോദിക്കുമ്പോ നീ പേരോട് ഉസ്താദിനോട് ചോദിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ക്ലിപ്പ് പുറത്ത് ഇറങ്ങിയിട്ട് പോലും ഈ പേരോട് ഉസ്താദിന് അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നങ്ങളുടെ തുടക്കം എവിടെന്നാ വരുന്നത് എന്ന് വെച്ചാല് അദ്ദേഹം ഉള്ള പോലെ പറഞ്ഞുതരാം. മൂപ്പർക്ക് പേരോട് ഉസ്താദിന് ക്ലിപ്പ് ഞാൻ ആക്കിയതിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ വിഷയം മുടി വ്യാജമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിന് മൂപ്പർക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പ്രയാസങ്ങളുടെ തുടക്കം ഒരേ ഒരു കാരണം ഉണ്ടായിരുന്നുള്ളൂ. കാരണം 2013 ഓഗസ്റ്റ് 24 ഓഗസ്റ്റ് 28 ഇടയിലുള്ള ഒരു ദിവസം, അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, എന്നെ ഈ സിറാജുൽ ഹുദയിൽ വിളിപ്പിച്ചു. ഇതൊക്കെ നിങ്ങൾ കേട്ടെത്ര ആളുകളുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനൊരു ചുരുക്കി ഹ്രസ്വമായി പറയുന്നെന്ന് മാത്രം. അങ്ങനെ 4-4.5 മണിക്കൂർ സംസാരിച്ചു. അത് ഒരു സംസാരം തന്നെയാണ്. ആ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പുറം ലോകം എത്തും എന്നുള്ള ഉറപ്പ് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് വന്നപ്പോ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങി. ഏതായാലും സിറാജുൽ ഹുദയുടെ മുമ്പിൽ വെച്ച് നമ്മുടെ പേരോട് ഉസ്താദിന് ഈ വിഷയത്തിൽ വിശ്വാസം, മർക്കസിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുവന്ന മുടിയുടെ വിഷയത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയണ്ട. ഏതായാലും ഈ പരിപാടി കൊണ്ടുള്ള ഒരു നേട്ടം, ഞാൻ ഒരുപാട് ക്ലിപ്പ് നമുക്ക് ഇടാതെ കഴിഞ്ഞു. കാരണം നേരെ സംബന്ധമായ വിഷയമൊക്കെ നൗഷാദ് ഹസനി പറഞ്ഞു പോയി. അതുകൊണ്ട് ആ ബാബിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നൂറുദ്ദീൻ തങ്ങൾ ഒന്ന് ആ ക്ലിപ്പ് ഒന്ന് ഇട്ടുകൊടുക്കുക. 6B. അപ്പൊ ആദ്യത്തെ വിശ്വസിക്കാത്ത ആളാരാ? അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അതോ ഒന്നാമത്തെ പൊന്മളെ? അത് രണ്ടും ഏതാ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അത് വെറുതെ പറയുന്നല്ല. ഈ 4.5 മണിക്കൂറിൽ ജിഷാൻ ഒരു കർശനമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. പേരോടിനോട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, മർക്കസിലുള്ള കേശം നിബിതങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്താ പറയേണ്ടത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും? അതേതല്ലേ പറയേണ്ടത്? ആണെന്ന് പറയണ്ടേ? കാരണം പറയുന്നത് ആരാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയല്ലേ. അയാൾ പറഞ്ഞു, അല്ലാന്ന് ഞാൻ പറയില്ല. മനസ്സിലായില്ല? അല്ലാന്ന് ഞാൻ പറയില്ല. അപ്പൊ ഇവനല്ലേ ആള് വളഞ്ഞ സാധനമാണല്ലോ. ഓന്റെ അടുത്ത് വരും, അംഗീകരിക്കുന്നുണ്ടോ? അതാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? ആണെന്ന് വാദം പറയുന്നില്ല. അവസാനം മുമ്പ് പറഞ്ഞു, ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആചരിക്കുന്നു പറഞ്ഞാണ് പോയി. ഹലോ, കൊടുത്ത മോദി മുസ്ലിം നമ്മുടെ ഷെയറിംഗ് വർഗം പേരോട് വിശ്വസിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഞാനേ ഷെയറിംഗ് വർഗം അറിയില്ല, എല്ലാം അറിയില്ല അല്ലേ? അപ്പൊ അംഗീകരിക്കുന്നുണ്ട്.
അംഗീകരിക്കുന്ന തള്ളുന്ന അതിന് ആൾക്കാർ ഇപ്പോൾ കഴിക്കണമെന്നുണ്ട് പറഞ്ഞത് ഞാൻ അത് മനസ്സിലാകുന്ന മുടി അല്ല എന്ന് ഞാൻ ആണെന്ന് പറയാം അത് മനസ്സിലാകുന്ന മുടി ആയാലും ആയില്ലെങ്കിലും നിങ്ങളറിയണം, ഞാൻ പറയുന്നത് ഈ വിവാദം മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്താൽ പിന്നെ അതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ കിട്ടുമോ? അപ്പോ നിങ്ങൾ കേട്ടല്ലോ മൂപ്പരെന്താ പറഞ്ഞത്? ആയാലും ഇല്ലെങ്കിലും ഞാൻ എന്നും പറഞ്ഞു പോയി. അതിന്റെ കൂടെ തന്നെ 6 എയും ഇട്ടുകൊടുക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം, സംശയിപ്പിക്കുന്ന പണ്ഡിതനാകരുത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾക്ക് അതാ നിവാരണം തന്ന് നമുക്ക് ഈമാൻ ഉറപ്പിക്കുന്ന പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുക്കണം. അതാണ് മിനശ്ശക്കി ഇലൽ യഖീൻ. നേരത്തെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിൽ അപ്പോ മിനശ്ശക്കി ഇലൽ യഖീൻ, ജിഷാന് സംശയം വന്നപ്പോ ഉസ്താദേ ഇത് ഷേർ മുബാറക്കാണോ, മർക്കസിലെ മുടി ഷേർ മുബാറക്കാണെന്ന് പേരോട് ഉസ്താദ് പറയുമോ? എന്താ പറയേണ്ടത്? മിനശ്ശക്കി ഇലൽ യഖീൻ, ജിഷാനെ അതും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്കാണ് എന്ന് പറയാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് സാധിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയ ഞാൻ ഇനി നിങ്ങൾ പറയണം, ബഹുമാനപ്പെട്ട നാട്ടുകാരും അതുപോലെ തന്നെ പുറത്തുള്ള ഇവിടെ തടിച്ചുകൂടി ആയിരങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ നേതാക്കന്മാർക്ക് ഒരാൾക്കും വിശ്വാസമില്ലാത്ത ഒരു മുടി എന്തിന് ഈ കേരളത്തിന്റെ മണ്ണിൽ, സാക്ഷര കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ മഹാന്മാരായ സഹാബത്തുൽ കിറാം വന്ന് ദീനി ദഅവത്ത് നടത്തി പ്രബോധനം നടത്തിയ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് സുന്നത്തി ജമാഅത്തിന്റെ കുത്തക ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന കക്ഷികൾ, അതിന്റെ സെക്രട്ടറിക്ക് വിശ്വാസമില്ലാത്ത ഒരു മുടി എന്തിനിവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കണം? ഇത് സമൂഹത്തോട് വിളിച്ച് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യോ ഭയങ്കര ചോദ്യ. എന്താ ചോദ്യം? ഇത് വെറുതെ പറയല്ല. നേരത്തെ അൻസാർ മാഷ് സൂചിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജാഫർ എന്ന് പറയുന്ന ജാഫർ ക ദമ്മാം, ആലുവ സ്വദേശിയായ ജാഫർ ക, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇതൊക്കെ എല്ലാവരും പോവും. നേരത്തെ പറഞ്ഞ പോലെ ഈമാന്റെ കുഴപ്പോ രാമന്തലിക്ക് എനിക്ക് അൻസാർ മാഷക്കൊക്കെ ഉള്ളൂ. പൈസ ഉള്ള ആളെ ഈ മുടി തള്ളിയാൽ ഇവർക്ക് വിഷയമൊന്നുമില്ല. ഭയങ്കര സ്നേഹ പോക്കും വരവും കെട്ടിപ്പിടിക്കലും ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ ജാഫർ ഖാനോട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചോദ്യം, ജിഷാനോ വിവരം എനിക്കോ വിവരം? ഇത് കേൾക്കുമ്പോ ഒരാൾക്കെന്നെ പറയാൻ പറ്റുമോ? അത് പുറപ്പല്ലേ ഉസ്താദിന്റെ വിവരം? എന്നാ പിന്നെ ഞാൻ പറഞ്ഞ കേട്ടാ പോരെ? എന്റെ ചങ്ങാതിമാരെ, ഇവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തിരിയുന്ന മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സിറാജുലുദയുടെ പള്ളിയുണ്ടല്ലോ, അപ്പോ സുബഹിയുടെ ജമാഅത്തിന് ഞാൻ കൂടി ഒരു ഉദാഹരണം, ളുഹുറും കഴിഞ്ഞു, അസറും കഴിഞ്ഞു, മഗ്രിബിന് ബഹുമാനപ്പെട്ട മുത്തലിബ് സഖാഫി നിസ്കാരം കഴിഞ്ഞപ്പോ, ഉദാഹരണം കേട്ടോ, ഇനി എവിടെയൊന്നും എപ്പാന്ന് ചോദിക്കണ്ട, ഡേറ്റ് ചെയ്യണ്ട, ഉദാഹരണം ആദ്യം പറഞ്ഞു. കാരണം എന്തെങ്കിലും പറഞ്ഞ് കുടുംബം വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ എന്റെ പരിപാടിയിൽ CD-യിൽ കുറ്റ്യാടി 7 ദിവസം സപ്തദിന പ്രഭാഷണം എന്ന് എന്റെ സബുക്കുൽ ലിസാന് പറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, വന്നു മറുപടി, കുറ്റ്യാടിയല്ല നാദാപുരത്താണ് സപ്തദിന പ്രഭാഷണം. എന്താ ഗണ്ണനോ? അങ്ങനെയെങ്കിലും ഒന്ന് പിടികൂടിയിട്ടൊന്ന് മറുപടി പറ ഇൻഷാ അല്ലാഹ്. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ ലീവിന് ഞാൻ വരും. അപ്പോ പറയാൻ ഒരുപാടുണ്ട്. ഏടുകൾ ബാബുകൾ കെട്ടിക്കിടക്കുക, മൊയ്ലാമാരിപ്പോ ഇറങ്ങുന്നില്ല പുറത്ത്. ഒരാൾ എന്നോട് പറയാ, നേരത്തെ സൂചിപ്പിച്ചു,
ഇപ്പൊ ഇന്തോനേഷ്യയിൽ, കേരളത്തിലൊന്നും ക്ലച്ച് പിടിക്കാത്ത ഒരാൾ ഇന്തോനേഷ്യയിൽ ഇപ്പം ജോലി ചെയ്യുന്നത്. അപ്പോ ഞാൻ കാണുന്നില്ലല്ലോ, എന്റെ ക്ലിപ്പെല്ലാം തീരുമെന്ന് നോക്കട്ടെ, എന്നിട്ട് പുറത്തിറങ്ങാം മൊയിലാരെ, എന്നാ ഖിയാമനാളിന്റെ തലേന്നേരങ്ങൾ ഇറങ്ങലുണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. അപ്പൊ മഗ്‌രിബ് നിസ്കാരത്തിന് ഞാൻ ഉദാഹരണം മറന്നൂര് മുത്തലിബ് സഖാഫിയോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ ബാക്കില്, കുപ്പായത്തിന്റെ ബാക്കില്, നിങ്ങളെ കുപ്പായല്ലേ ശ്രദ്ധിക്കൂല, നായിക്കാട്ടം എന്നല്ലേ ഇവിടെ പറയാം, കുറ്റാടി നായിക്കാഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? നായിക്കാട്ടം അത് കഴുകിക്കളിയ, അല്ലെങ്കിൽ ആ കുപ്പായൊന്ന് മാറ്റിയ, ഇതല്ലേ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ റൂട്ടതല്ലേ, അതിന് കിതാബ് ഓതണ്ടല്ലോ, അതിന് കിതാബ് ഓതണോ? ഒരു നായിക്കാട്ടം കണ്ടാല്, കുപ്പായത്തിന്റെ മേലെ കണ്ടാല് അത് അഴിച്ചു വെക്കണം എന്ന് പറയാ 35 കൊല്ലം കിതാബ് ഓതണോ? വേണ്ട. അപ്പോ മുത്തലിബ് ഉസ്താദിന്റെ ഉദാഹരണം അല്ല മറുപടി, സുബഹി നിസ്കാരത്തിൽ പേരോട് ഉസ്താദ് പുറകിലുണ്ടായിരുന്നു, ഉസ്താദ് ഒന്നും പറഞ്ഞില്ലല്ലോ. ളുഹർ നിസ്കാരം കാന്തപുരം ഉസ്താദ് എന്റെ പിന്നിലുണ്ടായിരുന്നു, ഉസ്താദ് ഒന്നും പറഞ്ഞില്ലല്ലോ. അസർക്ക് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്റെ പുറകിലുണ്ടായിരുന്നു, അവരൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ കുപ്പായത്തിൽ നായ്ക്കാട്ടമുണ്ടെന്ന്. ഈ മാഹിയിലുള്ള ഈ നാടനായ നീ പറഞ്ഞാ ഞാൻ എങ്ങനെ സ്വീകരിക്കും? ഇത് പറഞ്ഞാല് നിങ്ങൾക്ക് അതിന്റെ പോയിന്റ് തിരിഞ്ഞോ? ഞാൻ ബോംബെയിലുള്ള ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല എന്ന മനുഷ്യൻ ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞാല് എന്താ ചെയ്യണ്ടേ? റിസർവ് ചെയ്താല് 440, എത്ര രാമന്തലി ടിക്കറ്റ്? 440 റുപ്യ. AC പോവാണെങ്കിൽ 1500. ഇനിയിപ്പോ റിസർവ് ചെയ്യാണ്ട് തൂങ്ങിപ്പിടിച്ച് പോവാണെങ്കിൽ 250-300 വേണ്ടി വരുള്ളൂ. ഒന്ന് അവിടെ പോയി അന്വേഷിച്ച പോരെ ഇവൻ പറഞ്ഞത് നേരാണോ ഇല്ലയെന്നുള്ളേ. ഇത് ചെയ്യാതെ ഇവർ ചെയ്ത പണി കേൾക്കണം സുഹൃത്തുക്കൾക്ക്. തലച്ചോറ് എന്ന് പറഞ്ഞാൽ തീരെയില്ല, ഒക്കെ കുഞ്ഞാപ്പുകാരാണെന്ന് തോന്നുക. ഇവര് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുസ്ലിം ലോകം നൽകിയ പ്രത്യേകതകൾ നേരത്തെ ഞാൻ പരിപാടി വരുന്നതിന്റെ ഭാഗമായിട്ട് രാമന്തലി എന്തോ പറഞ്ഞു, ആരോ പരിപാടിക്ക് മുമ്പ് കസേരയുടെ ഫോട്ടോ എടുത്തു, എന്തോ ഫോട്ടോ എടുത്തു. സത്യത്തിൽ ഇനി ഒരാൾ ഇവിടെ ഇല്ലെങ്കിലും ഞാനിവിടുന്ന് പറയാൻ തീരുമാനിച്ചു തന്നെയാണ്. കാരണം ഒരു ഗൂഡല്ലൂർക്കാരൻ നിഷാദ് ഇവിടെ പഠിക്കേണ്ടത് പേരോട് പറഞ്ഞു. കാരണം ആ നിഷാദിന്റെ പ്രത്യേകത എന്താണോ? വേറൊന്നുമല്ല, ഉസ്താദിനോട് കഴിഞ്ഞ 1-2 ആഴ്ചക്ക് മുമ്പ് ചോദിച്ചുവല്ലോ, ഉസ്താദ് നിങ്ങളതിപ്പോ മുജാഹിദീങ്ങൾക്ക് ഇതിന് മറുപടി പറയാത്തേ. അപ്പോ അങ്ങനെ ജീവനുള്ള ഒരു കുട്ടിയുടെ സിറാജുലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിഷാദേ അവിടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അനുമാനിക്കുന്ന അൻവർ പുല്ലാര എന്ന് പറയുന്ന പേരോട് ഉസ്താദിന്റെ പഴയ സെക്രട്ടറി. ഇനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂപ്പര് നാളെ പറയും ചായ പാരുന്ന ആളാണ്. അങ്ങനെ പണ്ട് സാലി സഖാഫിനെ പരിചയപ്പെടുത്തി. അപ്പോ ഇത് ഇവരെ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ ചെറുപ്പം മുതലേ അറിയുന്ന അത്ര ബന്ധമുള്ള ഒരാള് നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞൊരുത്തൻ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ സത്യത്തിൽ അല്പമെങ്കിലും അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് വേണ്ട. എന്റെ വാക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഞാൻ പറയുന്നില്ല. ഇന്ന് ഇവിടെയുള്ള ഈ ആയിരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന വല്ലവർക്കും വല്ല സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്രസ് ഞങ്ങൾ തരാം, നിങ്ങളൊന്ന് പോയി നോക്കൂ എന്താ അവിടുത്തെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ, അയാള് കുറെ മുടികൾ പാത്രത്തിൽ തോർത്തിൽ, എന്നിട്ട് ഒരു തട്ടാനൊന്നും ഇപ്പം ഉള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല, കാരണം എല്ലാം ജ്വല്ലറി അല്ലേ, കുടിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നത്, കുടിൽ എടുത്തിട്ട് അതിൽ കുറെ മുടികളുണ്ട്. ഒരു മുടി എടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ്, ഈ അബൂബക്കർക്കായ, ഈ ഉമർക്കായ, ഇത് നമ്മളെ ഇവിടുത്തെ കുറ്റ്യാടിയിലെ ഉമ്മർക്കല്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ഓരോ മുടികളെടുത്തിട്ട്
ഇങ്ങനെ പൊക്കിയിട്ട് കാണിക്കാം. അപ്പോ ഈ എടുത്തു കാണിക്കുന്നതിന്റെ ഇടയിൽ ഹുസൂർക്കായ ഇതിന് വിശദാലിച്ചത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ മനസ്സിലാന്നേ 35 കൊല്ലായി പോലോ കച്ചവടം. ഇത് കേട്ട് നിങ്ങൾ ബുദ്ധിയുള്ള സമൂഹമേ, ഇത് പറഞ്ഞു കൊടുക്കൽ എന്റെ ബാധ്യതയല്ലേ? ഇത് മറച്ചു വെക്കുകയാണോ ഞാൻ വേണ്ടത്? എന്നിട്ട് നിങ്ങൾ അറിയണോ, 2011 ഈ ജാലിയവാല എന്ന കുഞ്ഞാപ്പൂനെ ഞാൻ കണ്ടതിന് ശേഷം സുബ്ഹാനല്ലാഹ്, ജാലിയവാലിന്റെ പ്രത്യേകത കേരളീയ സമൂഹത്തോട് ഇവർ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് കേൾക്കണോ? പരിചയപ്പെടുത്തിയത് ഉസ്താദിന്റെ മുറബ്ബിയായ ഷെയ്ഖ് ജാലിയവാല, ഉസ്താദിന്റെ ഷെയ്ഖ് മഹാനായ ജാലിയവാല. പണ്ടൊരാൾ പ്രസംഗിച്ചു, ജാലിയവാല രാത്രി ഉറങ്ങാറില്ല. ഞാൻ പൊന്മളിയോട് പറഞ്ഞു, അപ്പറഞ്ഞ് ശരിയാ, മൂപ്പര കച്ചവടം വൈകുന്നേരം 6:30 മുതൽ പുലർച്ചെ 4 വരെയാണ്. പിന്നെ എങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ വന്നിട്ട് എന്താ കഥ? എന്നിട്ട് നിങ്ങൾ കേൾക്കണം. എന്റെ കൂടെ സാക്ഷിയായി വന്നൊരു മൊയ്ലാരുണ്ട്. ആ മൊയ്ലാര് കാന്തപുരത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാ. അദ്ദേഹം കാന്തപുരത്തോട് നേരിട്ട് പോയി പറഞ്ഞു കൊടുത്തു, ഇയാൾ 1-ാം നമ്പർ ഫാസിഖാണെന്ന്. ആ ഭാഗം ഒന്ന് കേട്ടോളൂ നൂറുദ്ദീൻ നിങ്ങളെ. ശരി, 10 വെച്ചു. ഡിബേറ്റ് പേരില്ല, കാരണം അത് എന്നെ കൊണ്ട് കാണിക്കുന്ന പണിയല്ലത്. മൂപ്പരെ വിശ്വാസം വിശ്വസിച്ച് കഴിഞ്ഞാല് ഞാൻ മൂപ്പരെ മറക്കേ അല്ല, നടക്കണ കാര്യമില്ല. മൂപ്പര് എന്ന് പറഞ്ഞാൽ AP കേട്ടോ, പിന്നെ ലമീർ തിരിയേണ്ട ഇപ്പൊ ഉണ്ടാ. ഇയാളെ ഈ ഫിസിക്കുകൾ ഇനി പറഞ്ഞപ്പോ എന്താ പറയുന്നത്, അവനെയായിരിക്കാം ആൾക്ക് മൂപ്പര് ഞാനത് കണ്ടിട്ടില്ല, നിങ്ങളല്ലേ കണ്ടത്. ഞാനവിടെ പോയിരുന്നു, ഞാനവിടെ പോയതൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാ ഓക്കെ ഉസ്താദേ, ഞാൻ തർക്കിക്കുന്നില്ല. ഉസ്താദിന് ബോധ്യപ്പെട്ടല്ലോ ആണെന്ന്, എനിക്ക് ബോധ്യപ്പെട്ടതല്ലാന്ന് ഞാൻ തുറന്നു പറഞ്ഞു. തന്നെ പറഞ്ഞു. ആ നേരെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, എനിക്കിത് അതല്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്റെ കണ്ണോടിക്ക് ബോധ്യപ്പെട്ടാണ്. അപ്പൊ ഞാനത് ആ ബോധ്യപ്പെട്ട വിഷയം ഞാൻ ഉസ്താദിന് മുമ്പിൽ പറയുന്നത് കൊണ്ട് എന്നോട് എളുപ്പം തോന്നരുത് എന്ന് പറഞ്ഞു. ആ അതിനെന്താ, എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മൂപ്പരും പറഞ്ഞു നിവൃത്തിയില്ല, എന്തോ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ മൂപ്പരോട് സംസാരിച്ചത് ഏതായാലും ഉസ്താദ് ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയൊരു അഭിപ്രായത്തിലുള്ള വിഷയമാണ്. സുന്നികളൊന്നായിട്ടൊന്നും അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അബുദാബിത്തിനെ പറ്റി തന്നെ പറഞ്ഞു. അബുദാബിയിലെ വിഷയത്തില് പിന്നെ ഉസ്താദിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അറബികളിൽ തന്നെ ഹസ്റജിനെ അംഗീകരിക്കാത്ത അറബികളെ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു മൂപ്പരോട്. അങ്ങനെ തന്നെ പറഞ്ഞു. കേൾക്കുന്ന കുട്ടികളുണ്ട് മൂപ്പർ റൂമിൽ. മൂപ്പർ ഒറ്റക്കൊന്നുമല്ല, മൂപ്പര റൂമിൽ മൂപ്പര കാര്യങ്ങളായിട്ടുള്ള 2-3 കുട്ടികൾ. ഓരൊക്കെ കേട്ടോട്ടെ നിൽക്കുന്ന പറഞ്ഞത് അള്ളാഹുത്തല മാത്രം സാക്ഷിയായ പോരല്ലോ, ആൾക്കാരും പറഞ്ഞല്ലോ. അപ്പൊ മൂപ്പര് ന്യായം കൊണ്ട് മുട്ടി. ആരാന്ന് ചോദിച്ചോട് ഞാൻ പറഞ്ഞു, ആരാന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പറയേണ്ട വേദി വരുമ്പോഴല്ലേ പറയേണ്ടത്. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഉസ്താദിനെ വളരെയധികം ബഹുമാനിക്കുന്ന നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ സ്വന്തം ശിഷ്യൻ എന്റെ കൂടെ ബോംബെയിൽ വന്നിട്ട് ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല ഒരു 1-ാം നമ്പർ ഫ്രോഡും ആക്രി കച്ചവടക്കാരനുമാണെന്ന് ബോധ്യപ്പെട്ട് ഉസ്താദിനോട് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്നോട് ഫോണിൽ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ഇയാള് സമസ്തയിൽ മെമ്പർഷിപ്പ് എടുത്തൊന്നും നിങ്ങൾ അംഗീകരിക്കണ്ടേ? അതിൽ തന്നെയല്ലേ. കാരണം ഇത് വിശ്വസിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്നത്തിന് വേണ്ടി, ആമാശയത്തിന് വേണ്ടി ദീന് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യം ബോധ്യപ്പെട്ടിട്ടും കണ്ണ് തുറക്കാത്ത ജനങ്ങളോട് പറയാനുള്ളത്, കണ്ണ് തുറക്കാത്ത തലപ്പാവുധാരികളോട് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ സംസാരിച്ച മനുഷ്യനും ഇന്നലെ ഞാനും അൻസാറും മാഷും ഞങ്ങൾ 3 പേര് മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മെനിഞ്ഞാന്ന് ചർച്ച നടത്തി. ആ ചർച്ചയിൽ അദ്ദേഹം പറയാ, ബോധ്യപ്പെട്ട സത്യം നീ എങ്ങനെയാ പറയാ, നാട്ടിൽ കുഴപ്പമുണ്ടാവൂലേ? അതാ ചോദ്യ. എന്തിനാ നീ പറഞ്ഞ കളവാന്നല്ല പറയുന്നത്, എന്തിനാ ഇത് പറഞ്ഞത്? എന്നിട്ട് കുറെ ഉദാഹരണം. രാജാക്കന്മാര് പണ്ട് കാലത്ത്, രാജാക്കന്മാരെ കാലത്ത് ചില പണ്ഡിതന്മാരൊക്കെ മൗനം ഭുജിച്ചു. ഞാൻ ചോദിച്ചു, എന്താ മൊയ്ലാരി പറയുന്നത്? അത് ഇസ്ലാമിന്റെ നിയമമാണ്. കഴുത്ത് വെട്ടിക്കളയാൻ പോകുന്ന സമയത്ത് കുഫറിന്റെ വാചകങ്ങൾ പോലും പറയാമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീൻ. ഇവിടെ ഞാൻ ചോദിച്ചു,
ഞാൻ 2011 മുതൽ 2013 മുതൽ ഇത് വിളിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് കള്ളമുടിയാണ്. ഞാൻ ചോദിച്ചു, ഒരു കൊതുകുറ്റി ചോര പൊട്ടിയോടാ നിങ്ങളുടെ കേട്ടോ? കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി വ്യാജ എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ എന്താ കേരളത്തിൽ കലാപുണ്ടായോ? അപ്പോ ഇതൊക്കെ മനസ്സിലായിട്ടും അതിന്റെ ഇടക്ക് ഇവിടെ ഞാനും രാമതല്ലിയൊന്നും മുടിയും പൊടിയും ചട്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഏതായാലും അല്ലാഹു തആല ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലമീൻ സുന്നി വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന AP ഗ്രൂപ്പിൽ നിന്ന് മുടി വിഷയത്തിൽ മാത്രം രാജിവെച്ച ഒരു ആളുകളുടെ കൂട്ടായ്മയാണ് അല്ലമീൻ സുന്നി വോയിസ്. അപ്പോൾ അതിലുള്ള ആളുകൾ മുന്നിട്ട് ഇറങ്ങി, അതുപോലെ തന്നെ ഒരു മറ്റ് ചില ദീനി സ്നേഹികൾ സഹായിച്ച് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 40 കോടി പിരിക്കാനോ അല്ലെങ്കിൽ ആസ്ഥാന മന്ദിരത്തിന്റെ പിരിവെടുക്കാനോ ഒന്നും നമ്മുടെ അടുത്ത് വകുപ്പില്ല. നിങ്ങളൊക്കെ മുഅ്മിനീങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ച് ഈ പരിപാടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് മാത്രം അറിയിക്കുകയാണ്. അപ്പോ അല്ല, ഞാൻ വരുന്ന ഒരാഴ്ച കൊണ്ട് ഞാനങ്ങ് പോവും, ഇവര് കടത്തിലാവരുത്. അപ്പോ പറഞ്ഞു വന്ന വിഷയം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഇതൊക്കെ അറിയുന്ന ആളുകൾ എന്നിട്ട് മനഃപൂർവ്വം ജനങ്ങളെ കബളിപ്പിക്കുക. ഇന്ന് കാലത്ത് പേരോടത്ത് റഹ്മാൻ സഖാഫിയുടെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനെ സംസാരിച്ചു. അപ്പോ ഒരു സാധു മനുഷ്യൻ, ഞാൻ പേര് പറയുന്നില്ല, ജീവിക്കാൻ വിടില്ല ഇവര്. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? നിങ്ങൾക്ക് എന്നെ ഒന്ന് പറഞ്ഞൂടെ? അപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, നമ്മളെ കുടുംബം അങ്ങനെയുള്ള കുടുംബമാണ്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ ഉമ്മാക്ക് ഞെട്ടലാണ്, ഉപ്പാക്ക് ഞെട്ടലാണ്. അപ്പോ ആകെ കുഴപ്പമായിരിക്കും. ഞാൻ പറയാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. അപ്പോ ഇത് ഉള്ളിലുള്ള ആളുകൾക്ക് മുഴുവൻ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ അറിയാം എന്നതാണ് സൂചനക്ക് വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട 5ാമത്തെ ഇമാമ് പൊന്മള ഉസ്താദിന്റെ പൊരുത്തക്കേട് പാടില്ല, അത് നിങ്ങളൊന്ന് കേൾക്കണം. കാരണം സെക്രട്ടറി പേരോട് ഉസ്താദ് നാളെ കംപ്ലൈന്റ് പറയും, അല്ല രാമതല്ലേ, എന്റെ ക്ലിപ്പ് മാത്രം ഇട്ട് എന്തുകൊണ്ട് പൊന്മളയിൽ ഇട്ടില്ല എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതുകൊണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ മുടിയെ തള്ളുന്നത് നിങ്ങളൊന്ന് കണ്ടോളൂ. 4 എല്ലാ ഉസ്താദ് ഇതേടല്ല പോയിട്ട് ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ്, അറിയണേ? ഇല്ലല്ല, ആര്? ഈ ജാലിയവാല മർക്കസിൽ വന്നിട്ടുണ്ട്. ഇയാള് മെഞ്ഞാന്ന് എത്തിയത്. ഇയാള് എത്തിന്ന് മാത്രമല്ല, ഒരുപാട് ഞാൻ ഉസ്താദിന് പറയാൻ കുറെ വിഷയമുണ്ട്. ഒന്നാമത്തെ ഉസ്താദ് പകല് വിളിക്കുമ്പോൾ സൗത്തില് എപ്പോഴും രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്ന പേടിച്ചിട്ടാണ് ഞാൻ ലേറ്റ് ആയിട്ട് വിളിച്ചത്. ഇയാള് ആര് കൊണ്ടാന്ന് ഞാൻ അറിയില്ല. ഹക്കീമാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത്. ഇല്ല ഉസ്താദ് സ്ഥലത്തില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാള് വന്ന് തന്നെ പിന്നെ ഒരു മുടിയായിട്ട് അതുപോലെ വന്നത്. ജീലാനി മതി. മാന്യ സഹോദരന്മാരെ വിലയിരുത്തുക. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സെക്രട്ടറിക്ക് വിശ്വാസമില്ല, പ്രസിഡന്റിന് വിശ്വാസമില്ല, സ്വന്തം നേതാവിന് വേണ്ടി മുഅ്മിനീങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുമ്പോ അതിന് നമ്മൾ മൂളുകയാണോ വേണ്ടത്? എന്നിട്ട് കഴിഞ്ഞില്ല, ഇതൊക്കെ അറിയുന്ന ഇവര് അതാ സഹിച്ചുകൂടാത്തത്. ഇതെന്താണെന്ന് അറിയുന്നത്? റിസാല പഴയതൊന്നല്ല, ലേറ്റസ്റ്റാ. ഒക്ടോബർ 7, 2015. ഇതില് മർക്കസിന്റെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പുതിയതാ. മർക്കസിന്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, അദ്ദേഹത്തിന്റെ അനുസ്മരണം ഇതിലുണ്ട്. ഫോട്ടോ ഒക്കെ കൊടുത്ത്, മൃദുഭാഷി നിശബ്ദ വിപ്ലവക്കാരി, മക്കയിൽ ഇപ്പൊ അടുത്ത് മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ കാമിലി എന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല പ്രവാചക സ്നേഹി. അദ്ദേഹം
ഞാൻ ചുരുക്കി പറയട്ടെ സമയത്തിന്റെ കുറവ് മൂലം. ഇവര് ലോകം മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. പാവപ്പെട്ട മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്ന വ്യക്തി കാന്തപുരം ഉസ്താദിന് മുടികൾ കൈമാറിയപ്പോ ഉമർ കാമിലി മക്ക വേദിയിലുണ്ട്, അലി ജുമുഅ വേദിയിലുണ്ട്, അതുപോലെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ സമ്മതത്തോടുകൂടി കാന്തപുരം ഉസ്താദിന് കൈമാറിയ ഷഅർ മുബാറക് എന്ന് പറഞ്ഞ് വഞ്ചിച്ച മുസ്ലിയാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന മാന്യ വ്യക്തി ഉമർ ഖാമിലിയുടെ ആത്മാവ് നിങ്ങളോട് പൊറുക്കില്ല കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ അറിയോ സുഹൃത്തുക്കളെ, ഈ പറയുന്ന അഹമ്മദ് ഖസ്റജി അദ്ദേഹം മർക്കസിൽ വെച്ച് കാന്തപുരത്തിന് മുടി കൈമാറുന്ന വേദിയിൽ വെച്ച് അദ്ദേഹം 3 പേരോട് ഈ മുടിയുടെ വിശ്വാസ്യത നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇത് തിരുകേശമാണെന്ന് നിങ്ങൾ ജനങ്ങളോട് പറയാൻ പാടുള്ളൂ. അത് പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടതുള്ളൂ എന്ന് അഹമ്മദ് ഖസ്റജി അദ്ദേഹത്തിന്റെ വേദിയിൽ വെച്ച്, സ്റ്റേജിൽ വെച്ച് ഈ മാന്യ പണ്ഡിതൻ കാന്തപുരത്തോട് ഉണർത്തി. ഇതൊന്നും സമൂഹം അറിയില്ല, കുറ്റ്യാടിക്കാർ അറിഞ്ഞിട്ടില്ല, മാലോകർ അറിഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ പറയല്ല. അങ്ങനെ കാന്തപുരത്തോട് ഉണർത്തി. കൂടാതെ ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ഈ ലേഖനം എഴുതിയ മനുഷ്യനോടും ഉണർത്തി. നിങ്ങൾ വിചാരിക്കൂ ഞാനിതല്ലെങ്ങനെ അറിഞ്ഞ കറാമത്താണ്. ഒരു കറാമത്തല്ല. ഈ ഉമർ ഖാമിലിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തത് മുക്കം സ്വദേശിയായ ബഷീർ ഹാജി എന്ന് പറയുന്ന മനുഷ്യനാ. അപ്പോ ബഷീർ ഹാജി പറഞ്ഞ ചില വിഷയങ്ങള്, ഈ ബഷീർ ഹാജി ഇത് വായിക്കാൻ കുറേയുണ്ട്. ഉമർ ഖാമിലിയുടെ പോരിശകളായി ഇദ്ദേഹം ഉള്ള എഴുതിയിട്ടുള്ളേ. ഇദ്ദേഹം മഹാനായ വ്യക്തിയാണെന്നും നല്ല ഇൽമുള്ള നല്ല സുന്നത്തിയമാത്തിന്റെ പടക്കുതിരയാണെന്നൊക്കെ വ്യക്തമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. സമയത്തിന്റെ കുറവുപോലും ഞാൻ വായിക്കുന്നില്ല. ഇതിൽ ബഷീർ ഹാജി, ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ബഷീർ ഹാജിയും ഇവരിതിൽ പരാമർശിച്ചിട്ടുണ്ട്. 2002 ഒരു ഹജ്ജിന്റെ വേളയിൽ ആയിരുന്നു ബഷീർ ഹാജി ഈ ഉമർ കാമിലിയെ കാന്തപുരത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് വ്യക്തമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതാ 2002 മാത്രം ഒരു വർഷം പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ച സമയം കളയുന്നില്ല. ആ ബഷീർ ഹാജി പറയുന്ന നീണ്ട ദൈർഘ്യമുള്ള ക്ലിപ്പിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായി കേൾക്കുക. എന്നിട്ട് ഇവര് ഈ സമൂഹത്തോട് ചെയ്ത കൊലച്ചതി തിരിച്ചറിയുക. നമ്പർ 15 ചോദിക്കാൻ പറ്റും. മണ്ണാർക്കാട് സക്കാഫി മറ്റേ ഫോട്ടുബുക്ക് വന്നല്ലേ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആളെ ഞാൻ നമ്മളെ പ്രാസിംഗിനൊക്കെയാണ്. മൂപ്പര് പറഞ്ഞ അറിവാണ്. നമ്മളെ ഉമർ കാമിലി ഉണ്ടല്ലോ, ഉമർ കാമിലി മറ്റേ മക്ക, മൂപ്പര് പിന്നെ ഈ വിഷയത്തില് ഈ തുടക്കം മുതലേ അത് ഷെയർ മുബാറക്ക് അല്ല എന്ന് പിന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ അടുത്തുനിന്ന് പിന്നെ നിങ്ങളൊരു നല്ല അടുപ്പുണ്ട് എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ നിങ്ങളോട് എന്തെങ്കിലും മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇത് നിങ്ങൾ എന്താക്കരുത്, നമ്മൾ നിങ്ങളെ വിശ്വസിച്ച് പറയാണ്. നിങ്ങൾ എന്താക്കരുത്, നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ നമ്മളോട് പ്രകാംക്ഷി എന്നുള്ളതായിട്ടും നമ്മളും നമ്മളെ ക്ലാസ് റൂമിന്റെ എന്നുള്ളതൊക്കെ നിങ്ങളോട് പറയാം. ഇപ്പം വിശേഷങ്ങള് കേട്ടില്ല മറ്റേ രണ്ട് മനസ്സിലായത് നമ്മൾക്ക് വേണ്ടത്. ഞാന് അല്ലല്ലോ ഓല പരിപാടിയെ കുറച്ച് അറിഞ്ഞു, മുഴുവൻ അറിഞ്ഞില്ല. പിന്നെ അന്ന് കാമിലി സ്റ്റേജിമെന്ന് ആദ്യം നിങ്ങളോടാ പറഞ്ഞല്ലേ പിസ്താനോടാ? ഇന്നോട് പറഞ്ഞേ പുസ്താനോടും പറഞ്ഞതിന്റെ ഉള്ളിൽ പുറത്താനോടും പറഞ്ഞു. ചുള്ളിക്കോടിനോട് സ്റ്റേജിമെന്ന് തന്നെ പറഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞ? അല്ലല്ല, സ്റ്റേജിമെന്നും പറഞ്ഞ പിന്നെ അന്നെ തന്നെ റൂമെന്ന് പറഞ്ഞേനെ. റൂമെന്നേ അല്ല, സ്റ്റേജിമെന്ന് ഉമർ കാമിലി 3 പേരോടും പറഞ്ഞിട്ടുണ്ടോ? ഓ ചുള്ളിക്കോട് തന്നെ എന്തായാലും പറഞ്ഞേ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷയാക്കണ്ടതായിരുന്നു. അല്ലല്ല, ഞാൻ പഠിച്ചു വെക്കാൻ പഠിച്ചിരിക്കാണ്. വിഷയം പഠിച്ചു നമ്മൾ പഠിക്കും തോറാണല്ലോ പിന്നെ കാര്യങ്ങൾ കൂടുതൽ കിട്ടുക. അതെ അതെ, അല്ല പഠിച്ചാലേ എന്താണെന്നറിയോ, വലിയൊരു വിഷയത്തിന്റെ സംഗതി, വലിയൊരു
മുസീബത്തിനും പിന്നെ ദാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞതിന്റെ പെൺമുളസ്ഥാൽ വിളിച്ചിരുന്നു. അങ്ങനെ ഒന്ന് വിളിപ്പിച്ചിരുന്നു. നിങ്ങൾ പേര് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ടെന്ന് പറഞ്ഞോട് പറഞ്ഞെല്ലാം ചോദിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു പറയാം. അപ്പം ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്യാന്നല്ലാണ്ട് നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. നമ്മളിപ്പോ ഇത് പറഞ്ഞ മാതിരി പിന്നെ എന്താണ് തോട്ടുമുക്കം പോയ മാതിരി ഒന്നും നമ്മളെ ചാടാറില്ല. അല്ല, ചാടാൻ വേണ്ടി പറഞ്ഞല്ലേ നമ്മളിത് ഇവര് ഈ പറ്റിപ്പോയതാണെങ്കിൽ തിരുത്തണം, മനഃപൂർവ്വം പറ്റിക്കുന്നതാണെങ്കിൽ അതും തിരുത്തണം, രണ്ടാലും തിരുത്തണമെന്നേ പറയുന്നുള്ളൂ. അതെ അതെ നമ്മള് അതുകൊണ്ടാണല്ലോ നമ്മൾ പൊന്മുളസ്ഥാനോട് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലക്കടലിനോട് നമുക്ക് പറയാം. സമയത്തിന്റെ പരിമിതി പോലെ ഇത് ഫുള്ള് കേൾപ്പിക്കുക. 9.5 മിനിറ്റ് ക്ലിപ്പ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാന്ന്. ഇത് ഫുള്ള് CD-യിൽ ഇൻഷാല്ലാ CD-യിൽ ഇട്ടോളൂ. പേരോട് ഉസ്താദ് CD എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് രാമുദൽ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ വ്യക്തമായി ഉമർ കാമിലി ഈ ബഷീർ ഹാജിയോട് പറഞ്ഞു, ഇനി അഹമ്മദ് ഖസ്റജിയുമായി ഞാൻ വേദി പങ്കിടുന്ന, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പോലും ഞാൻ യൂട്യൂബിലോ മറ്റോ കണ്ടാൽ നിങ്ങളെ കേരളത്തിലേക്ക് ഞാൻ വരില്ല എന്ന് തുറന്നടിച്ച മഹാനായിരുന്നു ഈ ഉമർ കാമിലി. ആ ഉമർ കാമിലി നിങ്ങൾ അറിയോ? 2010 അല്ലെ 2010 മുടി അഹമ്മദ് കൊടുത്ത അഹമ്മദ് ഖസ്റജി. അതെ, 2009 2010. ഇനിയിപ്പോ കൊല്ലം തെറ്റിയിട്ടെങ്കിലും പേരോട് മറുപടി ഇറക്കി, വേറൊന്നും പറയില്ല. അപ്പോ ഈ ഉമർ കാമിലി വളരെ വ്യക്തമായി ബഷീർ ഹാജിയോട് എന്റെ ഫോട്ടോ കാന്തപുരത്തിന് മുടികൾ കൈമാറിയ അഹമ്മദ് ഖസ്റജിയുടെ ഒന്നായിരിക്കുന്ന ഒരു ഫോട്ടോ പുറം ലോകം കണ്ടാൽ ഞാനിനി കേരളത്തിലേക്ക് കാലുകുത്തുകയില്ല എന്ന് തുറന്നു പറഞ്ഞ മഹാ വ്യക്തിത്വം. ആ ഉമർ കാമിലിയുടെ പേര് പറഞ്ഞുകൊണ്ട് മാന്യ സഹോദരന്മാരെ ചിന്തിക്കണം. ഈ സമൂഹത്തെ മുഴുവൻ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു. ഇവർ പറഞ്ഞു ഉമർ കാമിലി അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാര് അംഗീകരിച്ചു, ഒരൊറ്റാളും അംഗീകരിച്ചില്ല എന്ന്. ഇവരുടെ കൂടെ നിങ്ങൾ കരുതണ്ട ബഷീറാജി എന്റെ കൂടെയാണ്. ഇപ്പോഴും കാന്തപുരത്തിന്റെ നന്നായിട്ട് കയ്യും പിടിച്ചു കിടക്കുന്ന മുക്കം സ്വദേശി ബഷീർ ഹാജി, ഇവരിപ്പോഴും സുന്നി പ്രവർത്തകനാണെന്ന് പരിചയപ്പെടുത്തിയ ബഷീർ ഹാജി ഞങ്ങളുടെ ആരെയും കൂടെയല്ല, നിങ്ങളെ കൂടെയുള്ള വ്യക്തി. അദ്ദേഹം തുറന്നു പറഞ്ഞത് കുറച്ചെങ്കിലും ആക്ഷേപത്ത് പേടിക്കുന്ന മുസ്ലിയാക്കന്മാര് മറുഭാഗത്തുണ്ടെങ്കിൽ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തിനു നിങ്ങൾ ഈ വഞ്ചനയ്ക്ക് കൂട്ടുവെക്കണം? എന്നിട്ട് ഉമർ കാമിലി അന്ന് അഹമ്മദ് ഖസ്റജി മുടികൾ കൈമാറിയതിനു ശേഷം ആ ഉമർ കാമിലിയുടെ താമസിക്കുന്ന സ്ഥലത്ത് അന്ന് മർക്കസിന്റെ സമ്മേളന നഗരിയിൽ സമ്മേളന വേദിയിൽ അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ, അറബ് രാഷ്ട്രത്തിലെ പണ്ഡിതന്മാർ, അവർ ഒരുമിച്ച് കൂടിയെന്നും അവർ മുഴുവൻ ഈ മുടിയെ തള്ളിയെന്നും വളരെ വ്യക്തമായി ഈ പറയുന്ന ഉമർ കാമിലിയുടെ സെക്രട്ടറിയായ ബഷീർ ഹാജി തുറന്നു പറയുക. ഇത് നിങ്ങൾ കൂട്ടുനിൽക്കണമായിരുന്നോ? ഇത് ജനങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കില്ലേ? എന്നിട്ട് പേരോട് ഉസ്താദ് പറയുന്നുണ്ട്, ഇതൊന്നും ഇനി പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചയായി കളവ് പറയുന്നത് കണ്ടിട്ട് ഇതൊന്നും ഇനി പറയണ്ട. തലപ്പാവ് കെട്ടിയ ഒരുപാട് ആലിമീങ്ങളെ ഞങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ തലപ്പാവ് കെട്ടിയിട്ട് ആലിമിന്റെ പണിയെടുക്കാതെ ലാലിമിന്റെ പണിയെടുത്താൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാര് ഈ ആലിമീങ്ങൾ എന്ന് പറയുന്ന ഈ പുതിയ നവവിധകളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കാരണം അതുകൊണ്ടാ പറഞ്ഞത്. കാരണോ കള്ളന്മാരെ പോലീസുകാർക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ സാധാരണ കേൾക്കാറില്ലേ, നാട്ടുകാർ കൂടെ കൂടിക്കൊടുക്കും. അതിനിപ്പോ ചെയ്യുന്നതുള്ളൂ. ഈ കള്ളത്തരങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ. എന്തേ നിങ്ങൾക്കറിയില്ല, ഒരു കാലത്ത് മരിച്ച വീട്ടിൽ ആദർശം, കല്യാണ വീട്ടിൽ ആദർശം, എവിടെ വേണമെങ്കിലും ഇസ്തിഹാസക്ക് തെളിവ്, സ്ത്രീ പള്ളി പ്രവേശനത്തിന് ഒക്കെ തെളിവ്. ഇപ്പൊ ഒരൊറ്റ മൊയ്ലിയാരെ കാണുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു മുസ്ലിയാരെ കാണുന്നില്ല. അപ്പോ ഈ സാധുക്കളെ പറഞ്ഞ് പറ്റിച്ച് നിങ്ങൾ കേൾക്കണോ? അത് ജിഷാനും അൻസാറും മാഷൊന്നും മറുപടിക്ക് അർഹരല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആലിമീങ്ങൾ മറുപടി പറയാത്തത്. നിങ്ങൾ അറിയോ സഹോദരന്മാരെ, ഇനി ചിലപ്പോ പഴയ കാലത്ത്
ഞങ്ങളൊക്കെ പേരോട് ഉസ്താദിന്റെ 10-12 കൊല്ലായിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഇത്തിബായിട്ട് ഇങ്ങനെ ചെരുപ്പും താങ്ങി ഒന്നായിട്ട് നടന്നുകൊണ്ട് നിങ്ങൾ മറന്ന എപിക്കാരെ AP ഫാൻസ് അസോസിയേഷൻ മെമ്പർമാരും മറന്നെങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല. ഇവിടെ വേങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടോ? നിങ്ങൾക്കറിയില്ലേ വേങ്ങാട്? അവിടെ ഒരു കാക്കേണ്ടിരുന്നു, വേങ്ങാട് ഷേഖ്, കിണറ്റിലെ ഷേഖ്. കേട്ട ആളുകളൊക്കെ ഉണ്ടാവും. ആ കാക്ക പണ്ടൊരു പുസ്തകം, എന്താ അതിന്റെ പേര് രാമതല്ലേ, ഒരു നിമിഷം എന്നുള്ളൊരു പുസ്തകം. സുബ്ഹാനല്ലാഹ്, അടുത്ത ആഴ്ച പേരെടുത്ത മറുപടി. ഒരു പുസ്തകം, കേരളത്തിൽ ഒരു തുമ്പും പാലുമല്ലാത്ത ഒരു മനുഷ്യന് പുസ്തകം എഴുതി വെക്കുമ്പോ അതിന് മറുപടി. എന്നിട്ട് മറുപടി പറഞ്ഞിട്ട് എവിടെ എത്തിയെന്നോ? മറുപടി പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു, ഈ ഷെയ്ഖിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ? ബാംഗ്ലൂരിൽ ഹോട്ടലിലെ മേശ തുടക്കൽ അയാൾ പണിയും. അപ്പൊ എന്തായി? മേശ തുടക്കൽ ഒരു മോശമുള്ള പണിയാന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. അപ്പം ഹോട്ടലിൽ മേശ തുടക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് പോലും പേരോട് ഒരു കാലത്ത് മറുപടി പറഞ്ഞിരുന്നു. ഇപ്പൊ എവിടെ പോയി നിങ്ങൾ ആദർശം? അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഉസ്താദെ പ്ലീസ് തുറന്നു പറയാൻ, ഇതുപോലൊരു വേദി പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് പയ്യോളി പറഞ്ഞതുപോലെ ഒരടച്ചിട്ട റൂമിലെങ്കിലും ഇതിന് മറുപടി ആൺകുട്ടിയാണെങ്കിലൊന്ന് പറ. പിന്നെ അപ്പൊ പേരോട് ഉസ്താദിന്റെ കുമ്മോളിക്കൊരു സംശയം, അത് നിങ്ങളെങ്ങനെ കിട്ടും? ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ അവിടുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ ഇപ്പോഴും അവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ആയത്തോതുന്ന ചില ആളുകൾ സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരുപാട് മറ്റുള്ള കുട്ടികളുടെ വേദന സഹിച്ചുകൊണ്ട് മറ്റുള്ള കുട്ടികൾ പബ്ലിക് ബാത്റൂമിൽ പോകുമ്പോ ചില കുട്ടികൾ സ്വന്തം മകനായി കഴിഞ്ഞാൽ ഓഫീസ് റൂമിലുള്ള ആ സുഖ സൗകര്യമുള്ള ബാത്റൂം ഉപയോഗപ്പെടുത്തുമ്പോ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, ഈ ആയത്തെന്തേ മറന്നുപോയത്? അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾ ക്യാന്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തേ ഒരു VIP പരിഗണന? ഇതൊക്കെ ഞാനിത് പറയാൻ കാരണം അവിടെ നടക്കുന്നതൊന്നും ഞങ്ങൾ അറിയില്ല എന്നുള്ള തോന്നല് വേണ്ട ഉസ്താദേ. ഈ വിഷയങ്ങളൊക്കെ നന്നായി നിങ്ങളെ വേദന, അവിടെയുള്ള പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളുടെ വേദന ഞങ്ങളെപ്പോലുള്ള ആളുകളെ വിളിച്ചവരെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വെറുതെ പറഞ്ഞല്ല. നിഷേധിക്കട്ടെ, പറഞ്ഞ ഏതെങ്കിലും ഒരു ഹർഫ് നിഷേധിക്കട്ടെ. എന്നിട്ട് ഇത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണോ? അദ്ദേഹം ചെയ്ത അക്രമം നീണ്ടുപോകും. ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെയാണ് കളവിന്റെ പരമ്പര തന്നെ. കളവിന്റെ പരമ്പര എന്ന് പറഞ്ഞാല് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടോ. 25B അത് നിങ്ങൾ കേൾക്കും. പ്രസംഗിക്കുന്നതും പറയുന്നതും ഫോൺ ചെയ്യുന്നതും വർത്താനം പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത ഒരു സ്ഥലത്ത് ഒറ്റന്റെ നിക്കാഹിന് പോയി. ക്ലിപ്പിന്റെ മാത്ര ഓരോ നിക്കാഹിന്റെ സമയത്ത് ഞാൻ വർത്താനം പറയുമ്പോൾ അടക്കം പിടിച്ചിട്ടില്ലേ? വേറെ ആരുമില്ല എന്നെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ ഈ പച്ചനോണ പ്രസംഗിക്കുക, ഇങ്ങനെ ഒരു ക്ലിപ്പ് നിക്കാഹിന്റെ വേദിയിൽ ഞാൻ ക്ലിപ്പാക്കി എന്ന് പറഞ്ഞ പച്ചനുണ, അങ്ങനെ ഒരു ക്ലിപ്പ് ഹാജരാക്കിയാൽ ജീവിതത്തിൽ ഇനി മൈക്കിന്റെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കൂല. പച്ചക്കളവ് പ്രസംഗിക്കുക. എന്തിനാ പ്രസംഗിച്ചത് അറിയാള്? ഈ മുടി വിവാദം ഉണ്ടായപ്പോ സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയുടെ ചില പ്രവർത്തകന്മാരെന്നെ വിളിച്ചു വെച്ചു, എന്നാലും നിക്കാഹിന് നീ ക്ലിപ്പ് കണ്ടിരുന്നു. എവിടെ തീ കത്തിക്കാൻ നന്നായി അറിയാം, ആളുകളുടെ പൾസ് നന്നായി അറിയാം. അപ്പൊ എവിടെ വികാരമുണ്ടാക്കാൻ പറ്റും അവിടെ വികാരം ഉണ്ടാക്കുക. എന്നിട്ട് എന്തല്ല സുബ്ഹാനല്ലാഹ്. ഇനി കളവിന്റെ പരമ്പര, കളവ് 2 27A അത് നോക്കിങ്ങൾ തങ്ങളെ 27 ലിപി വീരൻ എന്നോട് പറഞ്ഞു, ഇതാ എന്റെ അടുത്ത് ഇത്ര മുടിയുണ്ട്, ഇത് മുടി ഷെയറുകാർക്ക്. ഞാൻ തിരിഞ്ഞു നോക്കില്ല, അതൊന്ന് കാണാൻ പോലും ആയില്ല. കാരണം ഇവൻ നെമീമക്കാരനാണ്. നെമീമക്കാരന്റെ വാക്ക് കേട്ടിട്ട് പരിശോധിക്കാൻ പാടില്ല എന്ന് പ്രധാനമായി പഠിപ്പിച്ചതാ. തിരിഞ്ഞു നോക്കില്ല.
ഞാനെന്റെ കോഴിക്കോട്ടുനിന്ന് ഇവന്റെ ഒരു CD വെപ്പിക്കുന്ന കൂട്ടർ എന്ന് പറഞ്ഞു. പേരോട് ഉസ്താദ് നല്ല മനുഷ്യൻ തന്നെ, പക്ഷെ ഞാൻ കൊണ്ടുപോയ മുടി തിരിഞ്ഞോക്കിയില്ല, അവൻ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ തിരിഞ്ഞോക്കാൻ തന്നെ. മതി 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 കേട്ടില്ലേ? അവൻ കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ തിരിഞ്ഞു നോക്കാതെ. ഞാൻ ഏത് മറന്നുമില്ല കേട്ടോ, ഇതൊരു ക്ലാസ് പോലെയാ, ക്ലാസ് എടുക്കാനുള്ള ആളൊന്നും എല്ലാവരും. പക്ഷെ വിഷയങ്ങൾ മനസ്സിലാക്കണം. 2011 ഓഗസ്റ്റ് മാസം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കൊണ്ടുകൊടുത്തപ്പോ മുപ്പരെന്ത് പറഞ്ഞു? ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. എന്താ കാരണം? നമീമത്തുകാരൻ. 27 B ഒന്നിട്ടേ തങ്ങളെ. 2013 എന്റെ കല്യാണം കഴിയുമ്പോൾ നമീമത്തുകാരനെ അനുഗ്രഹിക്കുന്നത്. ഇത് ഏത് ഇഹ്യാഉലുദ്ദീനിലുള്ള ഉസ്താദെ ആ ഇബാറത്ത് ഒന്ന് പഠിപ്പിച്ചിരണം. 2011 നമീമത്തുകാരനായതുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല. അതെ, ബാക്കിൽ കുമ്മോളി ഉണ്ട് കേട്ടോ, മറന്നു വരുന്നു കേട്ടോ. അപ്പോ കളവ് പറഞ്ഞുകൊണ്ട് മാത്രം, കളവ് കൊണ്ട് ഞാൻ ക്ലിപ്പിന്റെ ഈ പറയുന്ന അബ്ദുറഹ്മാനൊക്കെ ഉണ്ടല്ലോ, ഈ അബ്ദുറഹ്മാൻ ഖാനോട് ഇദ്ദേഹം പറഞ്ഞു, അൻസാർ മാഷ പ്രശ്നം IPC പിരിച്ചുവിട്ടതാ പ്രശ്നം. IPC ക്ലിപ്പ് ഇടുന്നില്ലെങ്കിൽ ക്ഷമിക്കുക, ഞാൻ CD കേട്ടല്ലേ ആണല്ലേ, CD ഇൻഷാല്ലാ. കാരണോ IPC പിരിച്ചുവിട്ടതാ പിന്നെ അൻസാർ മാഷെ കുഴപ്പമെന്ന് പറഞ്ഞു, അല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. ഞാൻ ഉടനെ അന്ന് IPCയുടെ അവിടെ അന്ന് വൈസ് പ്രിൻസിപ്പളായി ജോലി ചെയ്ത ലത്തീഫ് മാഷെ ഞാൻ വിളിച്ചു. ഇപ്പോഴും ഏപ്പിക്കാരൻ കേട്ടോ, മാറിയിട്ടില്ല, സനതുണ്ട്. ഇപ്പോഴും ഏപ്പിക്കാരനായി ജീവിക്കുന്ന മർക്കസിന്റെ കോളേജിൽ ഇന്നും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ലത്തീഫ് മാഷെ ഞാൻ വിളിച്ചു. ഞാൻ ചോദിച്ചല്ല മാഷെ, അന്ന് അൻസാർ മാഷെ IPCന്റെ എന്തെങ്കിലും വിഷയത്തുനിന്ന് പുറത്താക്കിയതാണോ, അല്ലെങ്കിൽ അൻസാർ മാഷ് സ്വമേധയാ അവിടെ നിന്ന് രാജിവെച്ച് പോയതാണോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു അൻസാർ മാഷ് സ്വമേധയാ രാജിവെച്ച് പോയതാണോ. എന്നിട്ട് ഈ വിഷയം ഈ പറയുന്ന അബ്ദുറഹ്മാൻ സാഹിബിനോട് പറയാണ്, അദ്ദേഹത്തെ പുറത്താക്കിയത് കൊണ്ട് ഉള്ള വെറുപ്പാണിപ്പോ. നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, നീളമുള്ള കുപ്പായം ധരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഒരു വെള്ളമുണ്ട് ധരിച്ചുകൊണ്ട്, നീളമുള്ള തലപ്പാവ് ധരിച്ചുകൊണ്ട് നുണ പറഞ്ഞാൽ ഉസ്താദെ എല്ലാ കാലവും കാലം മാറിയില്ലേ? ഇന്ന് പറഞ്ഞ വയലില് ജോലിയും വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞതുപോലെ പറയുന്നത് മുഴുവൻ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ കേൾപ്പിക്കാനുള്ള സംവിധാനമില്ലേ? ഇതൊന്നും ഒരു ബോധമില്ലാതെ നുണകൾ ഇങ്ങനെ തട്ടിവിടനെ. 26 അതൊന്ന് കേട്ടോ, വെട്ടിൽ വീഴ്ത്തിയ മൂപ്പര്. ഈ എതിരാളിയെ വെട്ടിൽ വീഴ്ത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു കടുത്ത എതിരാളി ഒരു ദിവസം എന്നോടൊരു സ്വകാര്യ സംഭാഷണത്തിൽ വന്നു. ഞാൻ അവരെ നന്നാക്കാൻ വിളിച്ചതാ. ഇവൻ എന്നോട് തർക്കിച്ച് ചോദിക്കുകയാണ്, മർക്കസിലുള്ള ഷെയറുമാർക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് നിങ്ങൾ പറയോ? എന്നോട് ചോദിക്കുക. എനിക്കിവനെ വെട്ടിൽ വീഴ്ത്തണം. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, അത് ഷെയറുമാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് ഞാൻ പറയില്ല. എന്തിനാ? ഇവൻ അതിന്റെ വലിയ വാദക്കാരനാണ്. അല്ല, 26 B എന്നിട്ട് അത് അംഗീകരിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഉപദേശിക്കാൻ വിളിച്ചു. കേട്ടത് കടുത്ത എതിരാളി. ഒരു സംസാരത്തിൽ കടുത്ത എതിരാളി വന്നു. രണ്ടാമത്തെ സംസാരത്തിൽ ഞാൻ ഉപദേശിക്കാൻ വിളിച്ചു. എതിരാളി ആരെ ഉപദേശിക്കും? കടുത്ത ശത്രു. അപ്പൊ കളവ് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം. AKT ബഷീർ സാഹിബിയുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് വരിക, സ്റ്റേജുമായിട്ട് ബന്ധപ്പെടാം. അപ്പൊ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ കുറ്റ്യാടി ഇപ്പൊ ഞാൻ കേട്ടു ഉസ്താദ് മർക്കസിലുള്ള ഷാർ മുബാറക്കിന് വേണ്ടി അതിഗംഭീരമായി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രസംഗം! സുബ്ഹാന ജല്ല ശലാലു. പ്രസംഗത്തിന്റെ കോലം കേൾക്കണം നിങ്ങള്. എന്നിട്ട് മൂപ്പര് ചോദിക്കുന്നുണ്ട്. മൂപ്പര് പറയാണ്, റൗള ഷരീഫിന്റെ ഫോട്ടോ
നിങ്ങൾ കാണാറില്ലേ? അത് ആളുകൾ തൂക്കിയിടാറില്ലേ? അത് ബഹുമാനിക്കാറില്ലേ? അതുപോലെ തന്നെ കാബത്തിന്റെ ഫോട്ടോ ആളുകൾ തൂക്കിയിടാറില്ലേ, ബഹുമാനിക്കാറില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടികളെ ഒരു ഭയങ്കര ബഹുമാനം. ഈ കുറ്റ്യാടി സ്വദേശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം. ഞാനിവിടെ വെറുതെ, എനിക്ക് എത്രയും സ്നേഹപ്പെട്ട ഉസ്താദാണ്. അപ്പൊ കുറ്റ്യാടി വന്നിട്ട് ഉസ്താദിന് ഞാൻ ഒന്നും കൊടുത്തില്ല എന്ന് പറയരുത്. ആരുള്ള ഇവിടെ കൊടുക്കാൻ പറ്റിയ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട നാട്ടിൽ പ്രദേശത്തുള്ള ആരെങ്കിലും മതി. എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ആരെങ്കിലും മതി ഒരു പ്രദേശത്തിന്. അപ്പോ നിങ്ങൾ തന്നെ വായിക്കും. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ കാണുന്നില്ലേ റൗള ഷരീഫിന്റെ ഫോട്ടോ നിങ്ങൾ തൂക്കിയിടാറില്ലേ? കാബത്തിന്റെ ഫോട്ടോ നിങ്ങൾ തൂക്കിയിടാറില്ലേ? അത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമല്ലേ? എങ്കിൽ കുറ്റ്യാടി ഞാൻ മാഹിയിൽ നിന്ന് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പേരോട് ഉസ്താദിന് ഒരു ഹദിയയുമായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഇന്ന് ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് എത്തും. എന്തേ നേരിട്ട് പോയി കൊണ്ടുകൊടുക്കാൻ ഞാൻ പറയാത്തത്? അത് നിയമപരമായുള്ള കുഴപ്പം വേണ്ട എന്ന് കരുതിയിട്ടാണ്. നിയമപരമായുള്ള കാര്യങ്ങൾ കൂടി ചിന്തിച്ചിട്ടാണ് പോസ്റ്റിൽ വിടണമെന്ന് പറയുന്നത്. ഇതാ ഞാൻ പേരോട് ഉസ്താദിന് സമ്മാനിക്കുന്നു കാബത്തിന്റെ ഫോട്ടോ ബഹുമാനപൂർവം സൂക്ഷിക്കുന്ന പേരോട് ഉസ്താദിനോട് നിങ്ങൾക്ക് മർക്കസിൽ നിങ്ങളുടെ ഉസ്താദായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അഹമ്മദ് ഹസ്രജി കൊടുത്ത മുടിക്കെട്ടാണ് ഇത്. ഉസ്താദേ, നിങ്ങൾ ഫോട്ടോ ബഹുമാനിക്കുന്ന ആളല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ സുന്നികളായ നമ്മൾ കാബത്തിന്റെ ഫോട്ടോ നമ്മൾ തൂക്കാറുണ്ട്, റൗള ഷരീഫിന്റെ ഫോട്ടോ തൂക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ഇത് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വെള്ളിയാഴ്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുറ്റ്യാടി സ്വദേശികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഓഫീസിൽ വരണം. ഉസ്താദിന്റെ കസേരയുടെ നേരെ മേലെ ഇത് നിങ്ങൾക്ക് കാണാം. ഇത് തൂക്കിയിട്ട് ഇത് തൂക്കിയിടട്ടെ. എന്നിട്ട് ഉസ്താദിന്റെ ഈമാനൊന്ന് തെളിയിക്കട്ടെ. അല്ലെങ്കിൽ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, ഖുർആൻ ചോദിച്ചില്ലേ? നിങ്ങൾ പൈസ ചെലവാക്കാൻ പറ്റില്ല. സ്പീഡ് പോസ്റ്റിലെ പൈസ എന്താ? അപ്പൊ എല്ലാരും ഒന്ന് വന്നു നോക്കട്ടെ വെള്ളിയാഴ്ച. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം സമൂഹത്തിന്റെ മുമ്പിൽ കബളിപ്പിക്കുമ്പോ എത്ര കാലം മൗനമായിരിക്കും? എത്ര കാലം മൗനമായി ഇരിക്കണം? നിങ്ങൾ അറിയോ? 5 മിനിറ്റ് കൊണ്ട് തീരേണ്ട വിഷയം ഇതൊക്കെ. 5 മിനിറ്റ് കൊണ്ട് തീരേണ്ട വിഷയോ? എന്താ ഇത് പറയാൻ കാരണമോ? ഇത് പറയാനുള്ള കാരണോ 5 മിനിറ്റ് എന്ന് പറഞ്ഞാലേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇതും കൂടി ഞാൻ പറഞ്ഞു നിർത്തുക. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നു തിരുകേശത്തിന് നിഴലില്ല. ആ ഭാഗം ഒന്ന് കേട്ടോ. തിരുകേശത്തിന് നിഴലില്ല. 21A. വേഗം പോവാം. എല്ലാവരും അവിടെ നോക്കിക്കോളൂ, ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യാം. പ്രവാചകന്റെ അമാനുഷികതയിൽപ്പെട്ട പലതും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ തിരുകേശം കത്തുകയില്ല എന്നത്, അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്. അങ്ങനെ പലതും ഉണ്ട്. അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്, അങ്ങനെ പലതും ഉണ്ട്. ഇവിടെ പലരും ചോദിച്ചിരുന്നു അബ്ദുറഹ്മാൻ കെയുടെ
നേരത്തെ പറഞ്ഞ കുമ്മുളി ഇബ്രാഹിം സഖാഫിയുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകൾ മുഴുവനുള്ള CD ആണ് ഇവിടെ ഉള്ളത്. അതെല്ലാവരും വാങ്ങിക്കണം. CD കച്ചവടം നിർത്താൻ പറ്റൂല, ബാക്കി ദിശാൻ പറഞ്ഞു. അപ്പോ നിഴല് തിരുകേശത്തിന് നിഴലില്ല. പൊതു ഉസൂല് കാന്തപുരം പഠിപ്പിച്ചു. ഇനി മർക്കസിലെ മുടിക്ക് നിഴലുണ്ടോ ഇല്ലയോ ഒരു ചർച്ച. അപ്പോ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പ്രസംഗിക്കും, നിങ്ങൾ കേൾക്കുക. വേം പോവാ. 18 പറയും എല്ലാവർക്കും സംശയം. അല്ല ദിയലുണ്ടോ അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച്, ഞങ്ങൾ ഉസ്താദെ കുറച്ച് ആളുകൾ കൂടി കാട് പരിശോധിച്ച് ദിയലുണ്ടോ നോക്കുമ്പോ ദിയലില്ല. നിങ്ങൾ ധൈര്യ സമേതം പറഞ്ഞോളി, അതിന് നിങ്ങൾ ഏതാക്കണ്ട, പേടിക്കൊന്നും വേണ്ട. പോവാ. അപ്പോ മർക്കസിലെ മുടിക്ക് നിഴലില്ല, നെല്ലിക്കുത്ത്. തിരുകേശങ്ങൾക്ക് നിഴലില്ല, കാന്തപുരം. ഇനി മുമ്പ് കാലത്ത് സ്വാഭാവികമായിട്ടൊരു സംശയം, ആരെങ്കിലും ഇങ്ങനെ പരിശോധിച്ചിട്ടുണ്ടോ? അത് AP വിഭാഗത്തിലുള്ള മമ്പീദി എന്ന് പറയുന്ന പ്രഭാഷകൻ പറയട്ടെ. 17 താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഞാൻ കശ്മീരിലെ ഹസറത്ത് പാൽപ്പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടി നഷ്ടപ്പെട്ടു പോയ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ ഉണർത്തി. ആ രാജ്യത്തുള്ള സത്യവിശ്വാസികൾ പറഞ്ഞു, ഇത് മുഹമ്മദ് നബിയുടെ മുടിയാണെന്ന് ബോധ്യപ്പെടാൻ ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവര് പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് വെക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ കേട്ടോ? നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നു, നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞോ, മർക്കസിലെ മുടിക്ക് നിഴലില്ല. കാന്തപുരം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് നിഴലുണ്ടാവുകയില്ല. മാന്യമായി ചിന്തിക്കൂ സഹോദരന്മാരെ. 5 മിനിറ്റ് കൊണ്ട് തീരുന്ന വിഷയം. മർക്കസിലെ മുടിക്ക് നിഴലുണ്ടോ ഇല്ലെന്നൊന്ന് കാണിച്ചു കൊടുത്തൂടെ? അതിന് ഇവരെ മൊയ്ലിയാമാര് സാധാരണക്കാരെ പറ്റിക്കുന്നൊരു തട്ടിപ്പുണ്ട്. ആ മുൻകാലത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല. പച്ചക്കളവ. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ മുഹമ്മദ് താഹിർ ബിൻ അബ്ദുൽ ഖാദിർ അൽ ഖുർദി മക്ക, വിശ്വപ്രസിദ്ധനായ ബഹുമാനപ്പെട്ട ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മഹാനവർകൾ എഴുതിയ കിതാബ് തദറുഖുസ് സഹാബ. ആ കിതാബ് നിങ്ങളുടെ നേതാവായ PP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂർ അതിന്റെ പരിഭാഷ അടക്കം എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ കയ്യിൽ കിട്ടില്ല എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങളൊക്കെ വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത്. എന്തായാലും വിഷയോ മാന്യ സഹോദരന്മാരറിയണം. ഏകദേശം 100-200 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ഈ പറഞ്ഞതുപോലെ അന്ന് ഡമസ്കസ് എന്ന് പറയുന്ന ആ മഹാപട്ടണത്തിൽ ഒരുപാട് ജാലിയവാലമാരെ അധികരിച്ചു. ഒരുപാട് ജാലിയവാലമാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാൻ തുടങ്ങി, ഇത് ഷറവും പാറക്കാണ്, ഇത് തിരുകേശമാണ്, ഇത് തിരുകേശമാണ്. എല്ലാവരുടെ കയ്യിലും, രാമന്തള്ളിന്റെ കയ്യിൽ 3, ഇഷാന്റെ കയ്യിൽ 18, കാന്തപുരത്തിന്റെ കയ്യിൽ 3, ഹമീദ് ഫൈസിക്കും കിട്ടി 7. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു കാലം അന്ന് അവിടെ വന്നപ്പോ അവിടെയുള്ള രാജാവ് അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന രാജാവ് അന്ന് ലോകത്തിന്റെ ശരിക്കടിവരയിട്ടോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി മുസ്ലിയാക്കന്മാരെ ഈ സംഭവം രേഖപ്പെടുത്തിയത് സുപ്രഭാതം പത്രത്തിലല്ല, ചന്ദ്രികാ പത്രത്തിലല്ല, മാധ്യമത്തിലല്ല. നിങ്ങൾ പരിഭാഷപ്പെടുത്തിയ മഹാനായ ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അദ്ദേഹത്തെ തള്ളാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ പാറന്നൂർ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാര് അതിന് പരിഭാഷ പോലും എഴുതിയില്ലേ? ഈ പുസ്തകത്തിൽ മഹാനായ ഈ പണ്ഡിതന്റെ വിശേഷമാണ് ഒരുപാട് പറയുന്നത്. അങ്ങനെ ഈ രാജാവ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ടെന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള മുടികൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അപ്പോ അവരൊക്കെ പറഞ്ഞു, പണ്ഡിതന്മാർ കൂടി അവിടെ നിന്ന് തീരുമാനിച്ചു,
എന്താ തീരുമാനിച്ചേ? നമുക്ക് നിഴല് പരിശോധന നോക്കാം. നിഴല് പരിശോധന നോക്കാൻ ചോദിക്കുമ്പോ അങ്ങനെ ഒരു പരിപാടി മുൻകാലത്ത് നടന്നില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ സമൂഹത്തോട് പറയണം, ഇങ്ങനെ ഒരു പണ്ഡിതൻ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ബഹുമാനപ്പെട്ട ഖുർദി, ആ ഖുർദി, ബഹുമാനപ്പെട്ട ഖുർദി എന്ന് പറയുന്ന പണ്ഡിതന്റെ പുസ്തകം, കിതാബ്, അറബിയിലുള്ള കിതാബ് നിങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഈ ബഹുമാനപ്പെട്ട പണ്ഡിതൻ രേഖപ്പെടുത്തുന്നു, അന്നത്തെ ഭരണാധികാരി രാജാവ് അന്നുള്ള പണ്ഡിതന്മാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അവർ തീരുമാനമെടുത്തു, റസൂലുള്ളാഹിന്റെ തിരുകേശമാണെങ്കിൽ അതിന് നിഴലുണ്ടാവുകയില്ല. അങ്ങനെ അവർ പരിശോധന നടത്തി. പരിശോധന നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല എന്ന് തട്ടിവിടുന്ന മൗലവിമാരോട് പറയാനുള്ളത്, നിങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ മേൽ കത്തിവെക്കല്ല. നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കൊണ്ടുവന്ന വ്യാജം സ്ഥിരപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ കത്തിവെക്കേണ്ട ആവശ്യമില്ല. പൂർവകാലത്ത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് കാണിച്ചു തന്ന മാതൃകയുണ്ട്. അങ്ങനെ അവര് എന്താക്കി? പരിശോധന നടത്തി, നിഴൽ പരിശോധന നടത്തി. ഈ നിഴൽ പരിശോധന നടത്തിയിട്ട് സഹോദരന്മാരെ, അന്ന് നിഴല് കാണാത്ത മുടികൾ ഷഅർ മുബാറക്കായി സ്ഥിരപ്പെടുത്തി എന്ന് ബഹുമാനപ്പെട്ട ഖുർദി രേഖപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് രസം കേൾക്കണോ? നിങ്ങൾ കണ്ടോ? റേഷൻ കാർഡല്ല, 20 ഇമാമിങ്ങളുടെ പേരോട് റഹ്മാൻ സഖാഫിയുടെ ഭാഷയിൽ സീഡി കേട്ട് സുന്നത്തിയമായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞ പേരോട് ഉസ്താദിന്റെ ഭാഷയിൽ നിഴൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കാലത്തും നിഴലുണ്ടായിട്ടില്ല എന്ന് 20 ഇമാമിങ്ങളുടെ പേര് ഞാൻ സത്യത്തിൽ അതൊക്കെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ? സ്വന്തം നേതാവിന്റെ കയ്യിലുള്ള വ്യാജം സ്ഥിരപ്പെടുത്താൻ ഇദ്ദേഹം ഒരു പ്രസംഗം തട്ടിവിട്ടു. തങ്ങളൊന്ന് കേൾപ്പിക്കൂ. ആ പ്രസംഗം 21B കേൾക്കട്ടെ. പറയുന്നത്, ഒരു ദിവസം ഞാൻ എന്റെ റൂമിൽ നിൽക്കുമ്പോ ഞാനൊരു നിഴല് കാണുന്നു. ഒരു നിഴല് കാണുന്നു. ഞാനിങ്ങനെ നോക്കി നിഴല് നോക്കുമ്പോൾ പുരുഷന്റെ നിഴലാണ്. ഇങ്ങനെയുള്ള പുരുഷന്മാരെ നേരിൽ ഉണ്ടാകുമ്പോൾ തന്നെ തലക്കെട്ടുണ്ടാവുന്നു, ഉണ്ടാവുന്നു, വലിയ ആളുകളാകുമ്പോ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലാകുന്ന തലക്കെട്ടൊക്കെ ഉണ്ടാവില്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു നിഴല് ഞാൻ കാണുന്നു, പുരുഷന്റെ നിഴലാണെന്ന് നിഴലേണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ചിന്തിച്ച് പടച്ചവരെ, ഈ നിഴല് ഒരു പുരുഷന്റെ നിഴലാണല്ലോ. എന്റെ വീട്ടിൽ കയറി വരാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ എന്റെ വീട്ടിൽ വരാറില്ലല്ലോ. ഞാനെങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വന്ന് കയറിയ നിഴല്, ഞാൻ കണ്ട നിഴല് അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലാണെന്ന് റസൂലുള്ള വീട്ടിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി. സഹോദരന്മാരെ, 1 മിനിറ്റും 7 സെക്കൻഡിലും 14 നിഴല് പറയണമെങ്കിൽ നിഴലിനോടുള്ള സ്നേഹമല്ല. മഹാന്മാരായ മുസ്ലിം ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാര് പഠിപ്പിച്ച ആശയങ്ങൾക്ക് മുഴുവൻ കത്തിവെച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. മുത്തുനബിക്ക് നിഴലുണ്ട്. ഞാൻ അതിന്റെ തെളിവുകളിലേക്ക് കടക്കുന്നില്ല. അതിന്റെ തെളിവുകളിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ സംസാരം ആത്മാർത്ഥമാണെങ്കിൽ 29 കേട്ടിട്ട ജനങ്ങള് ഇതേ മനുഷ്യൻ പറയുന്നത്. ഇതുപോലെ ഞാൻ പറയട്ടെ, അത് ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെ ഞാൻ പറയുന്നു. അത് അപമാനമാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ, എനിക്ക് വിഷമമില്ല. എന്റെ മുൻഗാമികളായ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എന്താണോ പറഞ്ഞത് അതിനനുയോജ്യമായി അത് നോക്കിയിട്ട് പറയാനല്ലാതെ എന്റെ സ്വന്തം വകയിൽ പറയാൻ എനിക്ക് അധികാരമില്ല. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനും അധികാരമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനും അധികാരമില്ല. ഇത് തുറന്നു പറയുന്നവരാണ് ഞങ്ങൾ. ഉസ്താദെ, തുറന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ അടച്ചു വെച്ചത് ലോകത്ത് ഏത് പണ്ഡിതനാ പറഞ്ഞത്? സുന്നത്തി ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡിതൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനെ കാണിക്കാൻ സാധിക്കോ? അപ്പൊ സുബ്ഹാനല്ലാഹ്, അപ്പൊ മത്സരല്ലേ? അപ്പൊ എന്തായി?
മൂപ്പര് ധൂം പ്രസംഗിച്ചങ്ങ് പോയി. പിന്നെ അണ്ടനും അടകോണനൊക്കെ ഇവരെ സംഘടനയുടെ ക്ലാസ് റൂം ഓൺലൈൻ അതൊന്നും പരാമർശിക്കാതെ നിവൃത്തിയില്ല. ഈ ക്ലാസ് റൂമില് എന്ത് ചെയ്ത് ഉള്ള ആളുകള് അങ്ങ് ഒലുമ്പി എന്താ കണ്ടുപിടുത്തോ. അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി ചില കക്ഷികൾ. അപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കക്ഷി ഇറങ്ങി. അപ്പോ ആ കക്ഷി ഒന്ന് പറയും നിങ്ങളൊന്ന്. ആ കക്ഷിയെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാല് സിറാജുൽ ഉദയാണല്ലോ ഇവിടെ. പക്ഷെ എന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണോ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മർക്കസിൽ മുദരിസായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. ഇവരെ ക്ലാസ് റൂമിലൊരു മുഫ്തി പയ്യോളിക്കാരാണ് അദ്ദേഹം. അപ്പോ നമ്മളിങ്ങനെ അടിക്കടി ചോദിച്ചു, ഒരൊറ്റ ഇമാമിന്റെ കൗല്. ഒരുപാട് പണ്ഡിതന്മാരിയ്ക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേട്ടാ മനസ്സിലാകും ഈ പണ്ഡിതന്റെ ആഴം. നിങ്ങളൊന്ന് കേട്ടോളൂ. 38C. കുഞ്ഞോ, നിങ്ങളാ കൊണ്ടുവന്ന ഇബാറത്ത് തന്നെ നബിക്ക് ചിലപ്പോൾ നിയലുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. എങ്ങക്ക് തിരിയുന്നില്ലല്ലേ? അതിന് കിതാബോധം എന്ന് പറഞ്ഞത്. പാവം സഫിയെ മനസ്സിലാക്കി പഠിക്ക്. ലം യകുൻ ലഹു വില്ലുൻ അസ്ലൻ എന്ന ഇബാറത്ത് തന്നെയാണ് കുട്ടിയെ തെളിവ് നബിക്ക് ചിലപ്പോൾ നേലുണ്ട് എന്നുള്ളതിന്. അത് സഫിയെ നിനക്ക് മനസ്സിലാവാത്തത് കിതാബ് തിരിയാത്തത് കൊണ്ടാ. അത് കിതാബ് തിരിയണ മൗലവിമാരുടെ തോതി പഠിക്ക്. നിങ്ങളാ കൊണ്ടുവന്ന ഉദ്ധരണിയാണ് തെളിവ്. എന്തിനെന്നറിയോ? നബിക്ക് ചിലപ്പോൾ നിയലുണ്ടാവാറുണ്ട് എന്ന് ഇബ്നു ഹജർ റഹിമഹുള്ള വളരെ വ്യക്തമായി പറഞ്ഞതാണത്. നിങ്ങൾക്ക് തിരിയണില്ല. കാരണം എന്താ? നിങ്ങൾക്ക് കിതാബ് തിരിയണ്ടേ. ലം യകുൻ ലഹു വില്ലുൻ അസ്ലൻ എന്ന് പറഞ്ഞ ആ ഉദ്ധരണി തന്നെ തെളിവാണ് നബിക്ക് ചിലപ്പോൾ നിയലുണ്ട് എന്നുള്ളതിന്. ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് പഠിച്ചു നോക്ക് സഹിയെ. സാധാരണക്കാരെ വേദറേണ്ട. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് മുത്തുനബിക്ക് ഒരിക്കലും നേരില്ല എന്ന് പറഞ്ഞ ഇബാറത്ത് പച്ചയായി വ്യഭിചരിച്ചിട്ട് ഒരു മൗലവി പറയാ ഈ ഇബാറത്തിന് കിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട്, നീലിന് കിട്ടും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നാളെ ഇയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അല്ലാതെ ആരാധിക്കാൻ വേറെ ഇലാഹുണ്ട് എന്നർത്ഥം വെക്കുന്ന കോലത്തിലല്ലേ ഇവരാണിപ്പോ ഈ വിഭാഗത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രോ വിവരത്തിന്റെ ഊക്ക് കുറ്റ്യാടി സിറാജുലൊക്കെ കൊടുക്കുന്ന മുദരിസാവും ചില്ലറക്കാരനാകാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് 38E ഒന്ന് കേൾക്കുക. ഖുർആൻ ആയത്തോതിയതാ. പിന്നെ മൂപ്പര് പറയാ ആയത്ത് ഞാൻ ഓതിയ പ്രകാരമല്ലാന്ന് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും എന്നാണ് ആയത്ത് എന്നാ മൂപ്പര് പറഞ്ഞത്. ഇൻ തസ്തഗ്ഫിർ ലഹും ഔ ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും എന്നായിരുന്നു ഞാൻ ഓതിയത്. സുഹൃത്തെ, അങ്ങനെയുമുണ്ട് ആയത്ത്. വേണമെങ്കിൽ ഒന്ന് ഖുർആൻ എടുത്ത് മറിച്ചൊക്കെ. ഇൻ തസ്തഗ്ഫിർ ലഹും ഔ ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും ഇതേ വിഷയത്തിൽ തന്നെ അങ്ങനെയും ആയത്തുണ്ട് സുഹൃത്തെ. പക്ഷെ ഇങ്ങക്ക് മൗലവിമാര് എഴുതി തരുന്ന നോട്ടിലുള്ളത് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും എന്ന ആയത്തായത് കൊണ്ട് നിങ്ങൾ എന്ത് കരുതി? അതുകൊണ്ട് ഉസ്താദെ ചില്ലറക്കാരനല്ല. കാന്തപുര ഉസ്താദ് മർക്കസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സിറാജുദ്ദീനിലേക്ക് ഒരു സീറ്റ് കൊടുത്തോ. പിന്നെ ഇയാളെ കൊണ്ട് വേറൊരു ഉപകാരം കൂടിയുണ്ട്. സബക്ക് അസർക്ക് ശേഷം സബക്ക് കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ മാർക്കറ്റ് കൂടി ഇവിടെ കച്ചവടം വളരെ നന്നായിട്ട് നടത്താൻ കഴിയുള്ള ഒരു പണ്ഡിതൻ വിത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണ്. അതുകൊണ്ട് മിസ് ചെയ്യണ്ട എന്ന് പേരോട് ഉസ്താദിനോട് സ്നേഹപൂർവ്വം ഉണർത്തുക. ഇവരൊക്കെയാണ് ഇപ്പൊ എന്നിട്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഞാനും അൻസാർ മാഷൊന്നും പുതുതായിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ ആകെ പറഞ്ഞേ അല്ലയോ ചങ്ങാതിമാരെ, നിങ്ങൾ നമ്മുടെ പൂർവികന്മാര് പറഞ്ഞ ആ ഒരു ദീനിൽ നിങ്ങൾ നിൽക്കൂ, മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ ആ പാതയിൽ നിങ്ങൾ നിൽക്കൂ. അപ്പൊ ചോദ്യം, ഇത് പറയും ഞാരാ? ഇത് പറയാൻ അൻസാറാരാ? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞ ആദർശം
അത് പിൻപറ്റാൻ പറഞ്ഞ ഞങ്ങൾക്ക് കുറ്റം. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ഇബാറത്ത് പച്ചയായി വിഭജിക്കുന്ന ഖുർആനിന്റെ ആയത്ത് മാറ്റിക്കൊണ്ട് അത് ശരിയായി ഓതിയ ഒരു വേറൊരു ചങ്ങാതിനോട് എനിക്കറിയില്ല ഖുർആൻ, എവിടെയാണ് ഇവരെ കാര്യം? ഇയാൾ അവസ്ഥ കേൾക്കണോ? അത് ഇട്ടില്ല, അതബ് കേടായിപ്പോ. ഇവരെ മുടിയിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു ഷർത്ത് കൂടി ഇല്ലേ ഇവരെ സ്ഥാപനത്തിൽ നിൽക്കണമെങ്കിൽ? ഇയാളായ കാലത്ത്, കുറച്ച് മൂളമുള്ള കാലത്ത് എന്നോട് ചില കാര്യങ്ങൾ പങ്കുവെച്ചു. അത് നിങ്ങളൊന്ന് കേട്ടോ. 38B. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അൻസാറെ, ഞാൻ വളരെ വ്യക്തമായ പ്രമാണങ്ങളാണ് ഇവിടെ ഒരു 3 മിനിറ്റുള്ള കാണാം. ഒരു 3 മിനിറ്റ്. السلام عليكم. وعليكم السلام ورحمة الله. كيف الحال يا شيخ؟ റെക്കോർഡില്ലാലോ? ഇങ്ങക്കിപ്പോ എല്ലാവർക്കും ഇപ്പൊ ഇതിനെ പേടിയുള്ളൂ. അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് ചില വിഷയങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ അൻസാർ മാഷി ഇപ്പൊ എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ മൂപ്പർ എന്നോട് പറഞ്ഞു. നിങ്ങളിപ്പോ സംസാരിച്ച കാര്യങ്ങളൊക്കെ മൂപ്പർ എന്നോട് പറഞ്ഞാണ്. പിന്നെ അപ്പൊ ഞാനിപ്പോ അതിന്റെ വൽഹാസിൽ ചുരുക്കി പറയാം. ഇത് ഇവര് കാട്ടുന്ന ലുൽമ് ഇപ്പൊ നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അപ്പൊ അതുകൊണ്ട് ഇവര് കാട്ടുന്ന ലുൽമ് ഇപ്പൊ നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി പണിയുണ്ട്. അല്ല, അര സെക്കൻഡ്. അസ്കർ കാരാത്തോട് അതുപോലുള്ള പ്രമുഖരായ ആളുകളൊക്കെയും ഉണ്ട് ഇവിടെ. അല്ല, അതിന്റെ ഒരു പണിയുണ്ട്. എസ് ടി വിയിൽ ഇപ്പൊ നമ്മൾ വെച്ച് എത്ര ആളെ കിട്ടും? ഒരുപാട് ആള്, ഒരുപാട്, 1, 2 ഒന്നല്ല, ഒരുപാട് വെയിറ്റ് ചെയ്യും. പിന്നെ അല്ല, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ഇപ്പൊ 30-ാം തീയതി നിങ്ങൾ പുറത്തു പറയരുത്. 30-ാം തീയതി കിടിലം കൊള്ളുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയില്, പിന്നെ കാന്തപുരം നൗഷാദിന് സ്വീകരണം, പിന്നെ അൻസാർ മാഷ്ക്ക് സ്വീകരണം, ഇതുപോലെ പിന്നെ അയലിൽ നിന്ന് സക്കാഫിമാര് മാക്സിനുമാര് ഒരു വലിയ നിരണ്ട്. നിങ്ങൾ ഒരു 24 മണിക്കൂർ സമയം തന്ന ടിക്കറ്റിന്റെ പൈസ അടക്കം നിങ്ങൾക്ക് ഇൻഷാള്ള ഞാൻ അവിടെ എത്തിച്ചേരും. നിങ്ങൾ ആ പരിപാടി കാരണം എന്താ അറിയോ, എന്റെ കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക്. പരിപാടി നടന്നോട്ടെ, ഈ പരിപാടി നടക്കട്ടെ. എനിക്ക് ഇതിനേക്കാളും വലിയൊരു ദൗത്യമുണ്ട്, പൂർത്തിയാവാനുണ്ട്. ആയിക്കോട്ടെ. പറഞ്ഞാല് STVയില് ഒരു വലിയൊരു വിങ്ങുണ്ട്. അല്ല, ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിൽ നേതാക്കന്മാർ എത്ര പേരെ നമുക്ക് എന്നെ കിട്ടും? KKM സൈദി അടക്കമുള്ള ആളുകൾ. അല്ല, KKM സൈദി അടക്കമുള്ള ആളുകൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നല്ല ഇവനിൽ ഹത്തി ചെയ്യാം? അങ്ങനല്ല, വരും ഇൻഷാ അല്ലാഹ്. പിന്നെ KKM സൈദിക്കെതിരെ അറിയാൻ മതി. അപ്പോ 3 ക്വാളിഫിക്കേഷനായി. ഇബാറത്തിന് അർത്ഥം വെച്ച് നിങ്ങൾ കേട്ടല്ലോ. ലം യകുൻ ലഹു ദില്ലുൻ അസ്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴല് ഇടക്കുണ്ടെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താ ഊക്ക്! അതുപോലെ തന്നെ ആയത്തോതിയുടെ കോലങ്ങൾ കേട്ടു. ക്വാളിഫിക്കേഷൻ 2. ഇനി 3-ാമത്തത് ചുരുങ്ങിയ മർക്കസിലെ മുടിയിൽ വിശ്വാസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു പൊതു ഉസൂലുണ്ടല്ലോ, തത്വം. അതും ഇയാൾക്കുണ്ട്. അപ്പൊ ഇയാൾ ഏറ്റവും അനുയോജ്യനിൽ ഇവിടെ നിൽക്കാൻ. അതുകൊണ്ട് മിസ് ചെയ്യണ്ട, ഇതൊരു ബാക്കവിയാണെന്ന് ഞാൻ ഒരുപാട് ബാക്കവിമാരിവിടെ ഉണ്ടാകും. ലജ്ജയോടെ പറയുക, ഇത്തരം ആളുകളാണ് ഇവരിപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞാൻ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുകയല്ല. 1989 കാലഘട്ടത്തിൽ ഇവിടെയുള്ള സമസ്ത കേരള ജമിഅത്തുൽ ഉലമക്ക്, അന്നുള്ള പണ്ഡിതന്മാർക്ക്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, അതുപോലെ തന്നെ കണ്യത്ത് ഉസ്താദ്,
ഈ തുടങ്ങിയ മല പോലെ ഇൽമുള്ള പണ്ഡിതന്മാർക്ക് ആദർശം ചോർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയ കക്ഷികൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒക്കെ കേട്ടിട്ടുണ്ടാവും. അലി ഹസൻ നദ്വിയുമായി മുതലക്കുളത്ത് വേദി പങ്കിട്ടു എന്ന് പറയുന്ന കക്ഷികൾ ഇന്ന് ഈ പറയുന്ന അബ്ദുറഹ്മാൻ സുദൈസി എന്ന് പറയുന്ന മക്കത്തുള്ള ഒരു വഹാബി പണ്ഡിതൻ, അദ്ദേഹവുമായി ബന്ധപ്പെടുന്നതിന് ഇവർക്കിപ്പോ തടസ്സമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ജാക്കിർ നായിക്, അയാളുമായി ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ആവശ്യത്തിനുള്ള പണമായി, ആവശ്യത്തിനുള്ള പ്രവർത്തകന്മാരായി, ആവശ്യത്തിനുള്ള എല്ലാമായി കഴിഞ്ഞപ്പോ ഇപ്പൊ സുന്നി വേണ്ട എന്ന് മാത്രമല്ല, സുന്നി എന്ന് രാജിവെക്കാനുള്ള വയസ്സും ഇവര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 50 വയസ്സല്ലേ? അതെ, 50 വയസ്സ് സുന്നി എന്ന് രാജിവെക്കുക. അത് കഴിഞ്ഞിട്ട് മുസ്ലിം ജമാഅത്ത്, SSF, SYS, 50 SBS, SSF, പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണോ? മുസ്ലിം ജമാഅത്ത്, കേരള മുടി ജമാഅത്ത്. അപ്പോ നിങ്ങൾ ആ ഭാഗം ഒന്ന് എവിടം വരെ എത്തി? 32. തങ്ങളൊന്ന് കേൾപ്പിച്ചു കൊടുത്ത്. 32. മുസ്ലിം എന്നത് സുന്നിന്റെ പര്യായം. സുന്നി എന്നത് മനസ്സിലായോ? വെള്ളം, ജലം, പര്യായപദങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ മുസ്ലിം എന്നത് സുന്നിയാണ്, സുന്നി എന്നത് മുസ്ലിമാണ്. എന്നാ ഉസ്താദേ, നിങ്ങൾക്കിപ്പോ ഒക്കെ പോയി ബഹുമാനപ്പെട്ട പുല്ലൂക്കർ ഉസ്താദിന്റെ കൂടെ നടന്ന കാലത്ത് അള്ളാഹു താല നിങ്ങൾക്ക് ആ നൂറും ആ ഒരു കഴിവൊക്കെ തന്നിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ദയവ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ കൈവെക്കണ്ട. നിങ്ങൾ ഇതുപോലെ ബിൽഡിങ്ങുകൾ എടുത്ത് കോൺട്രാക്ടിങ് പണിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകലായിരിക്കും നല്ലത്. പര്യായ പദം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാ സുന്നികളും മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും സുന്നികളാണോ? തിരിഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തെ സുന്നി എന്ന് പറയാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇവിടെയുള്ള തബ്ലീഗ് ജമാഅത്തുകാരനെ സുന്നി എന്ന് പറയാൻ തയ്യാറുണ്ടോ? അപ്പോ നേതാവ് എന്താണ് പ്രഖ്യാപിക്കുന്നത് അതങ്ങ് താങ്ങേനെ, എന്നിട്ട് അതിന്റെ പിന്നാലെ നടക്കുക. സുബ്ഹാനല്ലാഹ്, പറഞ്ഞ ഇപ്പൊ ഒരു വിഷയമില്ല. ഇപ്പോ ജീവിച്ചിരിക്കുന്ന അബ്ദുറഹ്മാൻ നേരത്തെ സൂചിപ്പിച്ചു, അബ്ദുറഹ്മാൻ സുദൈസിയുമായി ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത് പയ്യോളി പരാമർശിക്കാതെ പോയാൽ ശരിയാവില്ല. പയ്യോളിയില് പിന്നെ ഒരു മൂപ്പരുടെ മകന്റെ അമ്മോശന്റെ അളിയൻ മരണപ്പെട്ടപ്പോ മൂപ്പര് പോയി നിസ്കരിച്ചു, മയ്യത്ത് നിസ്കരിച്ചു. അപ്പൊ ഞാൻ അന്വേഷിച്ചു, കാരണം 110 സുന്നിയല്ലേ, പേരോട് ഉസ്താദ് മുജാഹിദിന് മയ്യത്ത് നിസ്കരിച്ചു. അപ്പൊ ഞാൻ ആ പയ്യോളി മേഖലയിലുള്ള കളത്തിൽ ബഷീർ എന്ന് പറയുന്ന മുജാഹിദ് സഹോദരനെ വിളിച്ച് ഞാൻ ചോദിച്ചു, അല്ലെ മരണപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സത്യത്തിൽ മുജാഹിദായിരുന്നു, സുന്നിയായിരുന്നു? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനൊക്കെ ബേക്കിൽ നിൽക്കണം, എന്നെക്കാൾ കടുപ്പുള്ള മുജാഹിദായിരുന്നു. മുജാഹിദിന്റെ പള്ളിയിലെ പ്രസിഡന്റ് പറയാണ്, സെക്രട്ടറി പറയാണ്, പ്രസിഡന്റ് എന്ന് പറഞ്ഞെങ്കിലും മറുപടി പറയട്ടോ പറയും. അപ്പോ മൂപ്പര് പറയാണ്, എന്നേക്കാൾ കടുപ്പുള്ള മുജാഹിദ്, 25 വർഷത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജീവിച്ചു മരിച്ച ഒരാളാണ്. അപ്പൊ ഞാന് ഇത് അറിയാൻ വേണ്ടി ഉടനെ വിളിച്ചു അഫ്സൽ മാഷ് അറിയാലോ നിങ്ങൾക്ക്, SYSന്റെ നേതാവാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട പേരോൾ ഉസ്താദിന്റെ മകന്റെ അമ്മോശനാണ്. അഫ്സൽ മാഷെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അല്ല മാഷെ, ഈ മരിച്ച വ്യക്തി അദ്ദേഹം മുജാഹിദ് അല്ലേ? അപ്പൊ മൂപ്പര് പറഞ്ഞു, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ത്വാഹ സൂറത്ത് പോലും എന്നെ കൊണ്ട് മന്ദിരിപ്പിച്ചു. ആലോചിക്കുക, സക്കരിയ സലാഹി വരെ പ്രസംഗിക്കാൻ തുടങ്ങി. മന്ത്രം അനുവദനീയമാണെന്ന് സക്കരിയ സലാഹിയും അതുപോലെ തന്നെ ഹുസൈൻ സലഫിയും പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുക. അപ്പൊ ത്വാഹ സൂറത്ത് മാത്രം മന്ദിരിച്ചാല് ഒരാൾ സുന്നിയാവോ? ജീവിതകാലത്ത് ഇയാൾ നിസ്കാരത്തിന് മുഴുവൻ മുജാഹിദ് പള്ളിയിലോ പോവാറ് ഏറെക്കുറെ. അതുപോലെ തന്നെ പിന്നെ ജുമാക്ക് അവിടെയാണ് പങ്കെടുക്കാറ്, തറാവീഹിന് അവിടെയാണ് പങ്കെടുക്കാറ്.
പെരുന്നാൾക്കാരത്തിന് ഈദ്ഗാഹിൽ എവിടെയാ പങ്കെടുക്കാറുള്ളത്? ഇങ്ങനെയുള്ള ഒരാളെ പിന്നെ സുന്നി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ് കളവ് പറയും. നിങ്ങൾ ആലോചിക്കേണ്ട സുഹൃത്തുക്കളെ, അള്ളാഹു ഇവരൊക്കെ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? ഒരു ക്ലിപ്പ് ഇറക്കി. ആ ക്ലിപ്പുകളൊന്ന് കേട്ടോ. 40 മയ്യത്ത് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സദസ്സിലേക്ക് വന്നു. ജനാസ സംസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഉസ്താദിന്റെ ആ ബാധ്യത ഉസ്താദ് നിറവേറ്റിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, ഒരു ഹ്രവ്യായ പണ്ഡിതനുകൾക്കുള്ള സൂക്ഷ്മത ഞാൻ പറയുകയാണ്. നമ്മുടെ ബന്ധപ്പെട്ട ആള് അളിയൻ മുജാഹിദാണോ സുന്നിയാണോ എന്ന് എന്നോട് അന്വേഷിക്കുകയുണ്ടായി. സുന്നിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഉസ്താദ് മയ്യത്ത് നിസ്കാരത്തിന് തയ്യാറായിട്ടുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഉസ്താദിനോട് ചോദിച്ചാണ്. ഉസ്താദിന്റെ ഏറ്റവും വലിയൊരു സൂക്ഷ്മതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ സൂക്ഷ്മത കണ്ടെങ്കിൽ ഒരു മയ്യത്ത് പള്ളിയിലേക്ക് എടുത്തിട്ട് ആളുകളെ സൊഫയിലേക്ക് നിൽക്കുമ്പോ ഉസ്താദ് ചോദിക്കാണ്, ഈ മയ്യത്ത് സുന്നിയാണോ മുജാഹിദാണോ? ഇതല്ല ചങ്ങായിമാർ, ഇത് ഏത് കാലത്ത്? എല്ലാ മാഷമാരും ഇങ്ങനെയാ. പച്ചക്കളവ് പ്രസംഗിക്കുക, പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുക. അപ്പോ ഇവർക്ക് വേണ്ടി, ഇവരുടെ കാര്യലാഭത്തിന് വേണ്ടി, കാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ എല്ലാം ഉപയോഗപ്പെടുത്തും. അതിനൊരു കുഴപ്പമില്ല. അത് ആയത്തുകൾ വളച്ചൊടുക്കും, ഹദീസുകൾ വളച്ചൊടിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അടുത്തുള്ള ഒരാള് റഹ്മത്തുള്ള സഖാഫി എളമരം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. SYSന്റെ കോഴിക്കോട് ജില്ല സെക്രട്ടറിയോ പ്രസിഡന്റോ ഇത്തരം എന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ പിന്നെ ക്ഷമിക്കുക. അപ്പോ ഈ കോഴിക്കോട് ജില്ല SYSന്റെ സെക്രട്ടറിയായ ഈ റഹ്മത്തുള്ള സഖാഫി മുക്കത്ത് ഇപ്പോ പൊതുവേദിയിൽ ഇങ്ങനെ തുറന്ന് ദീന് പറയാനുള്ള ധൈര്യം ഇവർക്ക് ഇല്ല, ചോർന്നുപോയി. എന്നിട്ട് അടച്ചിട്ട റൂമിൽ എല്ലാവരെ കൊണ്ട് മൊബൈൽ ക്ലോസ് ചെയ്ത് ഒരു ക്ലാസ്, ആ ക്ലാസിന്റെ ക്ലിപ്പ് നമ്മളെ കയ്യിലെത്തി. അതിൽ പറയാണ്, ഭയങ്കരം തന്നെ, എന്തിനാ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടോ ഇല്ലെന്നൊരു ചർച്ച, അതുകൊണ്ട് ഞമ്മക്ക് എന്താ നേട്ടോ? നമുക്ക് പൈസ കിട്ടൂലല്ലോ. റസൂലുള്ളാഹിക്ക് നേലില്ല എന്ന് പറഞ്ഞാൽ നമുക്കെന്താ കിട്ടുമോ? ആലോചിക്കണോ? എന്നിട്ട് ഇയാൾ ആ ക്ലാസ്സിൽ പറയാ, ഇതൊക്കെ ബുദ്ധിക്ക് യോജിക്കുന്നതേ പറയാൻ പാടുള്ളൂ. അല്ല സുഹൃത്തുക്കളെ, സാവാ തടാകം വറ്റി വരണ്ടു, മക്കത്തുള്ള ബിംബങ്ങൾ തലകുത്തി വീണു, അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു എന്ന് അതാ വായ്തോരാതെ പ്രസംഗിച്ച മുസ്ലിയാക്കന്മാരെ, സഖാഫിമാരെ, നിങ്ങളിപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ ഒന്നടങ്കം പറഞ്ഞ നിഴലില്ല എന്നുള്ള ആ പ്രത്യേകത നിങ്ങൾ SYSന്റെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കാര്യലാഭത്തിന് വേണ്ടി പറഞ്ഞപ്പോ അത് ചോദ്യം ചെയ്യുന്നത് ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ നിങ്ങൾക്ക് മരിക്കണ്ടേ? ഞാൻ നാടൻ ശൈലി പറഞ്ഞ് ഇവർ കേൾക്കുന്നില്ല, വയറെങ്കിലും പറഞ്ഞ് കേൾക്കട്ടെ. അപ്പോ ഞാൻ ഈ പറയുന്ന റഹ്മത്തുള്ള സഖാഫിയെ വിളിച്ചു, നമ്മളെ പണി തന്നെയല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ ഉസ്താദേ, ബുദ്ധിക്ക് യോജിക്കാത്തത് പറയാൻ പാടില്ലേ? അപ്പൊ മൂപ്പര് പറഞ്ഞു, പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാലേ നമ്മളൊക്കെ മുഹീദ്ദീൻ ശൈഖിനെയും മഹാന്മാരൊക്കെ വിളിക്കുന്നല്ലേ, മരണപ്പെട്ട മഹാത്മാര് സഹായിക്കും, മരണപ്പെട്ട ആളുകൾ അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുറദു അലയ്യ അമാലുക്കും ഇദാ വജദതു ഖൈറൻ ഹമിദുല്ലാഹ് വഇദാ വജദതു സൂഅൻ ഇസ്തഗ്ഫർത ലക്കും. അതാ മഹാനായ നേതാവ്, ലോകത്തിന്റെ നേതാവ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ലത് കണ്ടാൽ ഹംദ് അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട് എന്ന് പ്രസംഗിക്കുന്ന ആളുകളെ, ഇതൊക്കെ സാധാരണക്കാരന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ? അതുപോലെ തന്നെ സാധാരണക്കാരന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങളാണോ? എന്തൊക്കെ വിഷയങ്ങളുണ്ട്? മരണപ്പെട്ട മയ്യത്തിന്റെ കേൾവി, ഖബറിലുള്ള ചോദ്യങ്ങള്, അതുപോലെ എത്ര വിഷയങ്ങളുണ്ട്. എന്നിട്ട് ഇവര് പറയാ ഒന്നും ചോദിക്കാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞാൽ ആമന്ന സല്ലംന. ഇത് ചോദ്യം ചെയ്യുന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു മുടി
കൊണ്ടുവന്ന് എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ. ഒരു പ്രസംഗത്തിൽ പറയാ ഞങ്ങൾക്ക് 2 പരമ്പരയിലൂടെ 3 മുടി കിട്ടിയെന്ന് പറയാം. വേറൊരു പ്രസംഗത്തിൽ പറയാ ഞങ്ങൾക്ക് ബറക്കാത്തി സാദാത്യങ്ങളിലൂടെ കിട്ടിയ മുടി എന്ന് പറയാ. ഇങ്ങനെ പ്രസംഗത്തിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളവുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ സുന്നി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുങ്ങിയാൽ അതിന് കണ്ട് സാക്ഷികളായ ഞങ്ങളെപ്പോലുള്ള സാധുക്കളായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെ ഈ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കണം മാന്യ സഹോദരന്മാരെ. ഞാൻ ദീർഘിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഈ തിന്മകൾക്ക് കൂട്ടുനിന്നോ അയാൾ ഉഷാർ. ഈ തിന്മക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തികളൊക്കെ ഉഷാറാണ്, അല്ലാത്ത ആളുകളൊക്കെ മോശക്കാരാണ്. സത്യം തുറന്നു പറഞ്ഞാൽ ആ വ്യക്തികളെ മുനാഫിക്കാക്കുക, നമാമാക്കുക, ചീടി കച്ചവടക്കാരനാക്കുക, ഇങ്ങനെ എല്ലാ പരിപാടിയും ചെയ്ത് ഒപ്പിക്കുക. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ 1-2 കാര്യം മാത്രം പോയിന്റുകൾ ഞാൻ അവസാനം ഉണർത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ്, വെള്ളിയാഴ്ച സിറാജുൽ ഹുദയിൽ പോകാൻ മറക്കരുത്. ഉസ്താദിന്റെ കസേരയുടെ മേലെ ജാലിയവാല അഹമ്മദ് ഹസരജി കൊടുത്ത ആ മുടിക്കെട്ട് ഞാൻ കുറ്റ്യാടി വന്നിട്ട് ഒരു ഹദിയും കൊടുക്കാതെ പോയി എന്ന് പറയാൻ പാടില്ല. ആ ഫോട്ടോ ഉണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക, ഇല്ലെങ്കിൽ ചോദിക്കുക നല്ല നിലയ്ക്ക് തന്നെ. എന്താ ഉസ്താദേ, നമ്മൾ കാബത്തിന്റെ ഫോട്ടോ ഞങ്ങൾ തൂക്കാറില്ലേ? അതുപോലെ തന്നെ റൗള ഷരീഫിന്റെ ഫോട്ടോ നിങ്ങൾ തൂക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ നേതാവ് കാന്തപുരം ഉസ്താദ് 40 കോടിയുടെ ഒരു പള്ളി എടുക്കുമെന്ന് ഒന്ന് തട്ടിവിട്ടപ്പോ അതിന്റെ സ്കെച്ച്, അതിന്റെ ഫോട്ടോ പ്രൊഫൈൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ പ്രൊഫൈലാക്കി കൊണ്ടു നടന്ന ആളുകളല്ലേ ഞങ്ങള്. എന്തേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അഹമ്മദ് ഹസ്രജി കൈമാറിയ ഈ മുടിക്കെട്ടുകൾ എന്തേ ഉസ്താദ് നിങ്ങൾ തൂക്കാത്തത്? നിങ്ങൾക്ക് അതിന്റെ മറുപടി അപ്പൊ കിട്ടും. ഇവർക്കൊന്നും ഉള്ളിൽ വിശ്വാസമില്ല. സാധാരണക്കാരായ ആളുകളെ പിഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടി 4 വർഷം കഴിഞ്ഞു തിരുകേശ പള്ളിക്ക് ഒരു ഉത്തമ കേന്ദ്രം എന്നുള്ള ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് നാടുനീളെ കോടികൾ പിരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളറിയോ VM സുധീരൻ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ? VM സുധീരൻ ഒരു അമുസ്ലിം സഹോദരനല്ലേ, കോൺഗ്രസ് പാർട്ടിന്റെ KPCCയുടെ പ്രസിഡന്റ് അല്ലേ? അദ്ദേഹം കേരള യാത്ര നടത്തി. അദ്ദേഹം കേരള യാത്ര നടത്തിയിട്ട് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് അവസാനിച്ചു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ റിപ്പോർട്ട്, കേരള യാത്രയുടെ വരവ് ഇത്ര, ചെലവ് ഇത്ര. ഞാൻ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, ഹലാലും ഹറാമും ഇല്ലാത്ത ഒരു അമുസ്ലിം സഹോദരന് ഇത്ര സൂക്ഷ്മത. ഇവിടെ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഇപ്പൊ ചോദിക്കുമ്പോ പറയാ എന്റെ പൈസ ഉണ്ടോ? എത്ര ആളുകളെ ഇവർ കബളിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ ആളുകൾ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഭാഗത്തിനെതിരെ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുക. അത് പല വേദികളെ നമ്മൾ കണ്ടു. അത് കരിപ്പൂർ സ്വദേശികളായാലും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഖാനെ പോലെയുള്ള ആളുകളായാലും ഇത് ഇവിടം കൊണ്ട് നിൽക്കുമെന്ന് നിങ്ങൾ അവസാനിക്കേണ്ട ഉസ്താദേ. അതുകൊണ്ട് ഉസ്താദിനോട് വിനയപൂർവം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, പഴയ പേരോട് ഉസ്താദായി നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? ഞങ്ങൾ 2 കൈയും നീട്ടി നിങ്ങൾക്ക് തക്ബീർ വിളിക്കാൻ അന്ന് ഞങ്ങൾ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഒരുപാട് ദൂരെ പോയിരിക്കുന്നു ഉസ്താദേ. നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോ പണം മാത്രം മതി. ഇത് വെറുതെ പറയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പേര് തന്നെ പറയാ. ഈ കഴിഞ്ഞ വർഷം, 1 വർഷം മുമ്പ് ഞാൻ ഉംറ ചെയ്യാൻ പരിശുദ്ധ മക്കയിലും അതുപോലെ തന്നെ സിയാറത്തിന് വേണ്ടി മദീനയിലും പോയപ്പോ എന്റെ മാന്യ സഹോദരൻ, സ്നേഹിതൻ, ബഹുമാനപ്പെട്ട ജാഫർ എന്ന് പറയുന്ന ജാഫർ ഖാ, ദമ്മാമിൽ കച്ചവടം നടത്തുന്ന ജാഫർ ഖാ, അദ്ദേഹം എന്റെ കൂടെ 10 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങളറിയോ, 10 ദിവസത്തിൽ ജിദ്ദയിലും മദീനയിലും 2 പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തു. പരസ്യമായി ഈ മുടിയെ അദ്ദേഹം തള്ളിക്കൊണ്ട് സംസാരിച്ചു. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ, അദ്ദേഹം ഒരു വലിയ എമൗണ്ട്, ഇനി അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചാലില്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞുതരാം. എമൗണ്ട് കേൾക്കാൻ നിങ്ങൾക്ക് കുറഞ്ഞോണ്ടാ. എല്ലാ മാസവും 40,000 രൂപ സിറാജിൽ കൊടുത്ത ഹുദയിലേക്ക് കൊടുത്ത വ്യക്തിയാണ്. 40,000 രൂപ ഇന്ത്യൻ റുപ്പീസ്, ഒരു കൊല്ലം കേട്ടോ, എല്ലാ മാസവും. ഈ വ്യക്തിയുടെ പിരിവ്
ഈ മുടി വിഷയത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, മൂളുള്ള ആളുകൾക്കുണ്ടല്ലോ, ഈ തെളിവുകളും ഈ വിഷയങ്ങളൊക്കെ കണ്ടപ്പോ 2 മാസം റിസീവർ വന്നപ്പോ മുമ്പ് പറഞ്ഞു, എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്, ഈ ചോദ്യത്തിന് മറുപടി പറയാതെ നിങ്ങൾക്കിനി സാമ്പത്തിക സഹായം നൽകൂല എന്ന് പറഞ്ഞപ്പോ അതാ വരുന്നു കോള് ഫ്രം കുറ്റ്യാടി. കുറ്റ്യാടിന്ന് പേരെടുത്ത അത് കോള് 2 മണിക്കൂർ. ആലോചിച്ച് നോക്കിയ 2 മണിക്കൂർ കുറ്റ്യാടിയിൽ നിന്ന് ദമ്മാമിലേക്ക് വിളിക്കുക. എന്നിട്ട് എന്താ പറയുന്നേ? നിങ്ങൾ ഈമാനുള്ള മനുഷ്യനാണ്, നിങ്ങൾ ഈമാനെ ചിന്തിച്ച് മാത്രം വിളിക്കുക, നിങ്ങൾ ആളുകൾ പറയുന്നത് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ ഞങ്ങളെ കൂടെ തന്നെ വേണം. നിങ്ങൾ അറിയോ 2 മണിക്കൂർ കുറ്റ്യാടിയിൽ നിന്ന് ദമ്മാമിലേക്ക് വിളിക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ ഏറ്റവും കുറഞ്ഞ കോളിന് പൈസ തരാ 20 പൈസയോ ഇത്ര ലോക്കലിന് കോഴിയട കൊണ്ടുകൊടുത്തിട്ട്. നിങ്ങൾ അറിയോ ഈ അൻസാർ മാഷ് മൂപ്പരെ മുമ്പിൽ ഇരുത്തി പറയേണ്ട കാര്യമല്ല. 2 മക്കളുണ്ടായപ്പോ ഇപ്പോ എല്ലാവർക്കും കെട്ടിയോള പൊരുത്തം, അമ്മോശന്റെ പൊരുത്തം, അമ്മായിന്റെ പൊരുത്തം, അമ്മായിന്റെ വെല്ലുപ്പാന്റെ പൊരുത്തം എല്ലാം നോക്കിയിട്ടാ ഇപ്പം പേരിടല്. ഈ അൻസാർ മാഷയുടെ 2 മക്കളെ പേര് ഈ വിളിച്ചത് പേരെടുത്ത സഖാഫിയാ. അൻസാർ മാഷ് സ്വന്തം ഇഷ്ടം നോക്കിയില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇഷ്ടം നോക്കിയില്ല, കഴിഞ്ഞില്ല. ഇത് കേൾക്കണോ? ഞാൻ ചിരിച്ചു. എന്നോട് പറഞ്ഞു, പേരോട് ഉസ്താദിന്റെ വയലിന് മുമ്പ് കേൾക്കുമ്പോൾ മൂപ്പർ കാലെടുത്ത് വെക്കാറില്ല. ഇത് വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഹക്ക് പറയാ. എല്ലാ ദിവസങ്ങളും നിസ്കാരത്തിന് ശേഷം ഉസ്താദിന്റെ പേരെടുത്ത് അല്ലാഹുവേ ദീർഘായുസ് നൽകണം ഉസ്താദിന് എന്ന് പറഞ്ഞ് ഈ വിഭാഗത്തിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഈമാൻ തെറ്റിയപ്പോ കുറ്റ്യാടിയിൽ നിന്ന് ഒരു 20 പൈസ ചെലവാക്കിയിട്ട് പയ്യോളിയിൽ ഒരു ലോക്കൽ കോൾ വിളിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. അവിടെയാണ് നിങ്ങൾ ഇഖ്ലാസുകൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം റിയാലുകൾ വരുമ്പോ പ്രശ്നമില്ല, രസം കേൾക്കണോ? ഇതൊക്കെ പച്ചക്ക് പറഞ്ഞിട്ടും ഇക്കഴിഞ്ഞ റമദാനിലും പൊന്മള പോയി പിരിവിന് പോയിട്ട് പൊന്മള പറയുന്ന കേട്ടോ നിങ്ങള്, ജാഫറേ നിനക്ക് മുടിയിൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, സ്ഥാപനത്തിന് എനിക്ക് സഹായിച്ചൂടെ? അപ്പൊ പണം പണം പണം, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേറൊരു കാര്യമില്ല. പണത്തിന് വേണ്ടി മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്ടിവിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല, ഈമാൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഒക്കെ ഉണ്ട്. ഈ പറയുന്ന കുമ്മോളി ഇബ്രാഹിം സഖാഫി അടക്കം ഇക്കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പടക്കം പോയി അവിടെ നിന്ന് പിരിവെടുത്തു. അപ്പോ മുതലാളിമാര് സത്യം തുറന്നു പറഞ്ഞാല് പ്രശ്നമില്ല, പറഞ്ഞോട്ടെ, ഒരു പറഞ്ഞോട്ടെ, നമുക്ക് പണം കിട്ടണം ഇല്ലേ? എവിടെ ഉസ്താദേ 40 കോടിയുടെ കണക്ക്? എവിടെ ഒരു ആസ്ഥാന മന്ദിരത്തിന് കോടികൾ പിരിച്ചല്ലോ? തിരുവനന്തപുരത്ത് നേതാക്കൾ വരുമ്പോ, ഞങ്ങളുടെ നേതാക്കന്മാർ വരുമ്പോ അവിടെ ഒരു കേന്ദ്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് 40 കോടിക്ക് പുറമെ ആസ്ഥാന മന്ദിരത്തിന് പിരിവെടുത്തില്ലേ? എവിടെ? ഇത് സമൂഹത്തോട് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് ചിന്തിക്കുന്നു, ഒരു പിരിവെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു സംഘടനയും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഈ കളവിനെതിരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധി പണയം വെക്കാത്ത പ്രിയപ്പെട്ട AP വിഭാഗത്തിലുള്ള സാധാരണക്കാരെ സുഹൃത്തുക്കളോട് ഈ മുസ്ലിയാക്കന്മാരെ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്, അൻസാർ മാഷ് അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാൻ പാടില്ല, ഇഷാൻ മാഹി ഇഷാന്റെ വാക്ക് കേൾക്കാൻ പാടില്ല. എന്താ കാരണം? ഈ വാക്ക് കേട്ടാൽ അബ്ദുറഹ്മാൻ അൻസാർ മാഷുമായി ഒരു കുറഞ്ഞ ആഴ്ചകൾ ചെലവഴിച്ചപ്പോ സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട്, സത്യം അദ്ദേഹത്തിന്റെ മകൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനം കൈവിട്ടെങ്കിൽ ഇവര് ഭർത്താനം കേട്ടോ, നിങ്ങൾ പോയാ ഞമ്മക്കെന്താ? നാളെ ഇതാ വരിക, അബ്ദുറഹ്മാൻക്ക് പോയോ? ഇതെല്ലാം നാളെ എന്തൊക്കെ ആരോപണം വരാം, വ്യഭിചാരം, കള്ളുകൂടി, കൊലപാതകം ഒക്കെ നാളെ ഇപ്പം ഒന്നിടും. അപ്പോ ഇവരെ ഗ്രൂപ്പ് വിട്ടാൽ ആള് തല്ലിപ്പൊളി. ഇവരെ ഗ്രൂപ്പിലാണോ എന്നാ പിന്നെ എല്ലായി. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, കുറ്റ്യാടി സിറാജ് ഹുദയുടെ മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇത് റൂമിൽ വെച്ച് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നിങ്ങളെ ഉസ്താദ്, നമ്മളൊക്കെ പണ്ട് സ്നേഹിച്ച ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ പേരോട് ഉസ്താദ് നിങ്ങളെയും ഞങ്ങളെയൊക്കെ കൈവിട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ കേവലം ഒരു മുതലാളിയുടെ റോള് മാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് കളവ് പറയുന്നതിന് യാതൊരു മടിയുമില്ല. എന്തും കളവ് പറഞ്ഞുകൊണ്ട്
അൻസാർ മാഷ പുറത്താക്കിയത് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിഷയമെന്ന് കളവ് പറഞ്ഞ, അതുപോലെ തന്നെ നിക്കാഹിന് ക്ലിപ്പാക്കിയെന്ന് പച്ചക്കളവ് പറഞ്ഞ, ഇമാമിയങ്ങളുടെ പേരിൽ മുഴുവൻ കളവ് പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളുടെ മേലിൽ ഇവർ കത്തിവെക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ നേതാവ് ഇവരെന്ത് തട്ടിപ്പറത്തിയാലും അതൊക്കെ നമുക്ക് സഹിക്കാം. ഹബീബ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി അത് നിങ്ങളെ കുത്തകയല്ല, അത് നിങ്ങളെ കുത്തകയാണെന്ന് ധരിക്കണ്ട. ഫവല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ആ ത്വഹ റസൂലുള്ളാഹ്, ആ മുത്തുനബിക്ക് മുസ്ലിം ലോകം പഠിപ്പിച്ച പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട്? ആ പ്രത്യേകതകൾ നിങ്ങളെ കയ്യിലുള്ള വ്യാജമുടിക്ക് എന്തൊക്കെ ന്യൂനതകളുണ്ട്, ആ ന്യൂനതകൾക്ക് വേണ്ടി ആ ന്യൂനതകൾ എന്തൊക്കെയുണ്ട് അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ ചങ്കിൽ അവസാനത്തെ ശ്വാസമുള്ള കാലത്തോളം അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല. അതുകൊണ്ട് അഞ്ചാമത്തെ മദ്ഹബായിട്ട് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പൊന്മള മദ്ഹബുകാരനോടും പറയാനുള്ളത്, പൊന്മള ഉസ്താദേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ തിരുകേശം കത്തുമെന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് സഹിക്കില്ല. ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ തൃപ്തിപ്പെടുത്തിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക പ്രവർത്തകനെ തൃപ്തിപ്പെടുത്തിയാലും നിങ്ങൾ ഇമാമിയങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഞങ്ങൾ സാധാരണക്കാരെ നിങ്ങൾ പണ്ട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇന്നുള്ള ആളുകൾ ഡോക്ടർമാരാവണ്ട. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പണ്ട് പഠിപ്പിച്ച സുന്നിയുണ്ടല്ലോ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ആദർശം വലിച്ചു ചാടിക്കൊണ്ട് സ്വന്തം നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി, സ്വന്തം നേതാവിന്റെ കയ്യിലുള്ള മുടികൾ സംരക്ഷിക്കാൻ വേണ്ടി പച്ചക്കളവ് പറയുമ്പോ വേദനിച്ചു പോയി. എന്താ വേദനിക്കാൻ കാരണം നിങ്ങളറിയോ? പറഞ്ഞു ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ഈ പറയുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് ഈ അതിന്റെ ക്ലിപ്പ് എന്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ പുറത്തു വിട്ടിട്ടില്ല. എന്താ കാരണമെന്നോ? ഇവര് പല മുതലാളിമാരായിട്ട് ബന്ധാ. അപ്പൊ മുതലാളിമാരെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെ പറച്ചല. ക്ലിപ്പ് പുറത്തു വിട്ടാല് ഏത് മുതലാളിയായിട്ട് സംസാരിക്കുന്നത് മനസ്സിലാവല്ലോ. അപ്പൊ ഇനിയും ഭാവിയിലേക്ക് വരുന്നത് മുതൽക്കൂട്ട് അത് പോണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ക്ലിപ്പ് പുറത്തു വിടുന്നില്ല. ഇപ്പൊ പൊന്മള പറഞ്ഞൊരു വാദം എന്റെ ഡേഞ്ചറുകൾ കേൾക്കണോ? അയാൾ പറയാ ഖബറാണെന്ന്, നബിയുടെ ഖബറാണെന്ന് ഉറപ്പുള്ള ഒരു ഖബർ മാന്തി അതില് ഒന്നും കണ്ടില്ലെങ്കിൽ അതെന്ത് നബിയുടെ ഖബർ അല്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ തിരിഞ്ഞോ? അപ്പോ ഈ മുതലാളി, സാധാരണക്കാരൻ മുതലാളി പൊന്മളയുടെ ഹദീസ് ഓതുകയാണ്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. നില്ലുസ്താദേ, അംബിയാക്കന്മാരുടെ ശരീരം നശിക്കൂല എന്നില്ലേ ഹദീസിലില്ലേ? ഇപ്പൊ മൂപ്പര് പറയാ നശിക്കൂല എന്നുള്ളത് മണ്ണിന്റെ ഒരു പൊതു പ്രത്യേകതയാണ്. പക്ഷെ ആ പ്രത്യേകത നീങ്ങിപ്പോകുന്നത് കൊണ്ടും അതല്ല നമുക്ക് പറയാൻ പറ്റൂല. എന്ത് സുന്നിയാണ് നിങ്ങൾക്ക് ഇത് ഇല്ല എന്ന് പറയാൻ? ഞാൻ ഓൺലൈനിൽ ഒരുപാട് ചോദിച്ചു. ഇങ്ങനെ ഒരു സംസാരം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത മണിക്കൂറിലെ ക്ലിപ്പ് പുറത്തുവിടും. എന്നാ പറയട്ടെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒന്നും നിഷേധിക്കാൻ ധൈര്യമില്ല. ഒക്കെ പറയാ. സുന്നത്ത് ജമാഅത്തിന്റെ ഏതൊക്കെ ആദർശം ഉണ്ടെങ്കിൽ ഒക്കെ കത്തി, അതിന്റെ ഒക്കെ മേലെ കത്തി വിടുക. എന്നിട്ട് ഇമാമിങ്ങളുടെ ഇബാറത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കുമ്പോ ഞങ്ങൾ എവിടുന്ന് സുന്നത്ത് ജമാഅത്ത് പഠിച്ചു എന്നുള്ള വിഷയമല്ല. അപ്പം തിന്നണ്ട, കുഴി അപ്പം തിന്നാ മതി, കുഴികൾ ഇടണ്ട കേട്ടോ. ഞങ്ങൾ എങ്ങനെ സുന്നത്ത് ജമാഅത്ത് പഠിച്ചു നിങ്ങൾ നോക്കണ്ട. ഞങ്ങൾ പറയുന്നത് ഇമാമിങ്ങൾ പറയുന്ന കാര്യമാണോ എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ എന്ന് മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഒരടിസ്ഥാനവുമില്ലാത്ത മുടികൾ കൊണ്ടുവന്ന് കേരളത്തിൽ വിവാദമുണ്ടാക്കി രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ പോലും ചർച്ചയാകുന്ന രൂപത്തിൽ, അതിനൊരു നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ വിഷയം കൊണ്ടുവന്നുകൊണ്ട് ആ വ്യാജമുടിക്കുള്ള എന്തൊക്കെ ന്യൂനതകളുണ്ട് അതൊക്കെ മഹാനായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇവരുടെ കയ്യിലുള്ള മുടികൾക്ക് നിഴലുണ്ടോ എങ്കിൽ റസൂലുള്ളാഹിക്ക് നിഴലുണ്ട്. നഊദു ബില്ലാഹ്. ഇവരുടെ കയ്യിലുള്ള മുടി കത്തുന്നുണ്ടോ എങ്കിൽ റസൂലുള്ളാഹിയുടെ മുടി കത്തും. ഇങ്ങനെ ഒരു നാടവുമില്ലാതെ ഇവിടെ ഒരുപാട് ആലിമീങ്ങൾ കെട്ടിയ തലപ്പാവിനെ പറയിപ്പിക്കരുത് എന്ന് മാത്രം നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സമയം ഒരുപാട് വൈകിയത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. മാന്യ സഹോദരന്മാരെ,
ഇതുകൊണ്ട് ഇനി ഇത് ഓൺലൈനിലൊക്കെ കേൾക്കുകയാണല്ലോ, ഇത് ഓൺലൈനിൽ ഇനി സൂപ്പർ മാർക്കറ്റുകാരനും അനാദി കച്ചവടക്കാരനും ഇതിന് മറുപടി പറഞ്ഞാൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. ആൺകുട്ടികളുണ്ടെങ്കിൽ ഇവിടെ അൻസാർ മാഷ് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരു വാദം അൻസാർ മാഷ് ഇവിടെ പറഞ്ഞതായിട്ട് കേൾപ്പിച്ചാൽ, ഇമാമിങ്ങളുടെ കിതാബ് കൊണ്ട് കേൾപ്പിച്ചാൽ, അത് അന്ന് ഞങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങും എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു ഒരുമിച്ച് കൂടലായി നമ്മുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3 സലാത്തോടുകൂടി